എല്ലാവർക്കും നമസ്കാരം. വിലു ബാലകൃഷ്ണനാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൊരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു. ഈ നവരാത്രി സ്പെഷ്യലായിട്ട് ഈ ഒരു ഫെസ്റ്റിവൽ സീസണായിട്ട് CA ഇൻ്ററിൻ്റെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് പേപ്പറിൻ്റെ ചാപ്റ്റർ വൈസ് ഒരു ഇൻറ്റൻസീവ് ക്രാഷ് ക്ലാസ് ചെയ്യാമെന്ന്. അതെല്ലാ ചാപ്റ്ററും നമുക്ക് അടുത്ത എക്സാമിന് മുമ്പ് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എങ്കിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് കുറച്ച് കവർ ചെയ്യാം. ഇതാണ് നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷൻ. സോ അത് നമുക്ക് പടിപടിയായിട്ട് ഓരോ ചാപ്റ്ററായിട്ട് ഇമ്പോർട്ടൻസിൻ്റെ ബേസ് ചെയ്തിട്ട് എടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കുറേ ആൾക്കാർ ചോദിച്ച ഒരു ചാപ്റ്ററാണ്, രജിസ്ട്രേഷൻ ഓഫ് ചാർജസ്. ബിഫോർ ഐ പ്രൊസീഡ് ഫർദർ, ഒത്തിരി കമൻസ് ഗ്രൂപ്പിൽ അതിൻ്റെ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്, ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഷെയർ ക്യാപിറ്റൽ ചാപ്റ്റർ. അപ്പോൾ അതിന് ആദ്യമേ പറയട്ടെ, എല്ലാ ചാപ്റ്ററിൻ്റെയും ഒരു ക്വിക്ക് റിവിഷൻ അത് രണ്ടു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഓവർവ്യൂ എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഓവർവ്യൂ ആൻഡ് സ്റ്റഡി പ്ലാൻ. നിങ്ങളുടെ CA ഇൻ്ററിൻ്റെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഓവർവ്യൂവും സ്റ്റഡി പ്ലാനും മലയാളത്തിൽ അവിടെ ചെറിയ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതാണ് ഒരു പാറ്റേൺ. ഇതെല്ലാം എൻ്റെ ചാനലിലുണ്ട്. കാരണം ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ വീഡിയോയുടെ അവിടെ. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇപ്പോൾ ഈ മറുപടി കഴിപ്പാണ് ജോലി. ഇന്ന വീഡിയോ ഇവിടെ ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ചാനലിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി. എല്ലാ ചാപ്റ്ററും ഇട്ടിട്ടുണ്ട്, ഓവർവ്യൂ ആൻഡ് സ്റ്റഡി പ്ലാൻ, സിലബസ് വെച്ചിട്ട്. രണ്ടാമത് ചെയ്തിട്ടുള്ളത് മോസ്റ്റ് ഓഫ് ദ എല്ലാ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിൻ്റെയും ക്വിക്ക് റിവിഷൻ എടുത്തിട്ടുണ്ട്. ക്വിക്ക് റിവിഷൻ എന്ന് വെച്ചാൽ നെർവിലുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകുന്ന ഒരു 45 മിനിറ്റ്സ് ആവറേജ് ആയിട്ട് ഓരോ ചാപ്റ്ററിൽ വരുന്നത്. അതും എല്ലാ ചാപ്റ്ററിലും ഇട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സും അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്സും ഒക്കെ. അതൊക്കെ ഓൾറെഡി തന്നെ ഉണ്ട്. അതുകൊണ്ട് വെറുതെ അതിന് സമയം ചിലവാക്കി ചാടി കയറി മെസ്സേജ് അയക്കുന്നതിനെക്കാട്ടിലും ഒന്നീ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ അകത്ത് തന്നെ സെർച്ച് ചെയ്താൽ. അപ്പോൾ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അപ്പം ഇത് കുറച്ചുകൂടി എന്താ പറയുക, കോർ പോയിന്റ്സ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ കോർ പോയിന്റ്സ് എവിടെ നിന്ന് ചോദിക്കും എന്ന ആസ്പെക്ടിനെ ബേസ് ചെയ്ത് ക്രാഷ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. കേരളത്തിലൊക്കെ ആദ്യമായിട്ട് ക്രാഷ് ക്ലാസ് ഒക്കെ കൊണ്ടുവന്ന് ഞാനും എൻ്റെ കൂടെ ഉള്ള കുറച്ച് ഫ്രണ്ട്സും ഒക്കെയാണ്. ഇതിപ്പോൾ എല്ലാവരും ആയി ക്രാഷ്. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന പുതിയ പരിപാടിയാണ് ഇൻറ്റൻസീവ് ക്രാഷ് ക്ലാസ്. പിന്നെ മാസ്റ്റർ ക്ലാസ് വെച്ചാൽ എല്ലാ ഏരിയയിലും കവർ ചെയ്യുന്ന രീതിയിൽ, ടോട്ടോ ചെയ്യുന്ന രീതിയിലാണ്. അങ്ങനെ പല എവല്യൂഷൻസും കോച്ചിങ് ക്ലാസ്സിലുണ്ടായി, എസ്പെഷ്യലി എൻ്റെ തിയറി പേപ്പേഴ്സിൽ, ലോ പേപ്പർ. അപ്പം ഇതൊരു ക്രാഷ് ക്ലാസ് മോഡാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അറ്റം വരെ വളരെ സാവധാനമായിട്ട് കാണുക. എസ്പെഷ്യലി നിങ്ങളൊരു 8 മണി 9 മണി നിങ്ങളൊരു പ്രൈവറ്റ് സ്പേസിലിരിക്കുമ്പോൾ പ്രിഫറബിളി ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ കണ്ട കുറച്ചുകൂടി ചിലർ പറയുന്ന സൗണ്ട് പ്രശ്നമാണെന്ന് പറയുന്നത് ഹെഡ്ഫോൺ യൂസ് ചെയ്യണം. കാരണം മനസ്സിലായി, നമുക്ക് നമ്മൾ ഹൈടെക് ടെക്നോളജി ഒന്നും ആയിട്ടില്ല ഇപ്പോഴും കേരളത്തിലും. ഇല്ല, ഈ നോർത്തിലൊക്കെ ഉള്ള പോലെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഗ്രീൻ സ്ക്രീനൊക്കെ ഇട്ടൊരു സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. നമ്മൾ കുട്ടികൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ നമ്മളെ സമയം, അതാണ് ഏറ്റവും പാട്. ഒരു ഓഫീസ് കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് വളരെ കുറച്ച് കിട്ടുന്ന അവധി ദിവസം കിട്ടുന്ന സമയം വെച്ചിട്ടാണ് നമ്മളെപ്പോലെ പലരും ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഉള്ള സൗകര്യം കൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം ആവശ്യമില്ല. അതുകൊണ്ട് ഹെഡ്ഫോൺ യൂസ് ചെയ്യുക. ഈ മൊബൈലിൽ കാണുന്നതിനെക്കാട്ടിലും ഈ പറഞ്ഞ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ PC-ലോ അല്ലെങ്കിൽ TV ഉണ്ടെങ്കിൽ TV-ലോ കണ്ടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്റ്റഡി മെറ്റിലും സ്ക്രീനോ ഒക്കെ വളരെ വൈഡായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞു നവരാത്രി ഫെസ്റ്റിവൽ സീസണായിട്ട് കൊണ്ടുവന്നൊരു ആസ്പെക്റ്റാണ് ഇൻറ്റൻസീവ് ക്രാഷ് ക്ലാസ് ഓൺലൈനായിട്ട് കൊടുക്കുന്നത്. ചാപ്റ്റർ വൈസ് എല്ലാ ചാപ്റ്ററും പറ്റുമെന്ന് എനിക്കറിയത്തില്ല അടുത്ത എക്സാമിന് മുമ്പ്, എങ്കിലും ഗ്രാജുവലി ഉണ്ട്. മറ്റുള്ള ക്ലാസ്സിലെ കുറച്ച് ഡീറ്റെയിൽ ക്ലാസ്, എസ്പെഷ്യലി ലാസ്റ്റ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഡെപ്പോസിറ്റ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് 1.25 മണിക്കൂറുള്ളൊരു ക്ലാസ്സാണ്. അത് എല്ലാ ഡീറ്റെയിൽസോട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇതാണ് നമ്മൾ ചാർജസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ചാർജ് ചാപ്റ്റർ ബാറ്റലി എല്ലാവർക്കും അറിയാവുന്നൊരു ഏരിയ ആണ്. എങ്കിൽ പോലും ചാർജസ് ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എപ്പോഴും ഒരു 1-2 ചോദ്യം വരുന്ന രീതിയിലാണ്. OMR-ലായാലും ശരി, നോൺ OMR-ലായാലും ശരി, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്ന ഏരിയയാണ്. ഇത് 2019 ഓർഡിനൻസ് വഴി, സെക്കൻഡ് ഓർഡിനൻസ് വഴി ഒത്തിരി അമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. നിങ്ങൾക്കറിയാം ഈ ചാപ്റ്റർ വളരെ ഫേമസ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒത്തിരി കുട്ടികൾ ചാപ്റ്റർ രജിസ്ട്രേഷൻ ഓഫ് ചാർജ് എന്നാണ് നമ്മുടെ സ്റ്റഡി മെറ്റിൽ ചാപ്റ്ററിന്റെ പേര്, രജിസ്ട്രേഷൻ ഓഫ് ചാർജ് എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 6. ഞാൻ ആ ചാപ്റ്ററിലോട്ടൊക്കെ വരുന്ന മുമ്പ് നമ്മൾ കുറച്ച് ബേസിക്സ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകും. ഞാൻ പറഞ്ഞത് ഒരു ക്വിക്ക് റിവിഷനെക്കാട്ടിലും ഒരു ഇന്റൻസീവ് ക്രാഷ്. എന്താണ് ഇന്റൻസീവ് ക്രാഷ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ, കൺസെപ്റ്റ് വളരെ നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തരികയും പ്രൊവിഷൻസ് ഓവറോൾ ആയിട്ട് പറഞ്ഞു പോയി. എന്നാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന ഏരിയയെ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കുന്നതിനാണ് ഞാനാണ് കൊണ്ടുവന്ന പേരാണ് ഇന്റൻസീവ് ക്രാഷ് ക്ലാസ്. നമ്മൾ പറ്റില്ല ഈ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞില്ല, ICU യൂണിറ്റ് ഹോസ്പിറ്റലിൽ കേട്ടില്ല. എന്താ കാര്യം? ആരോഗ്യനില വളരെ
മോശമായ ഒരാൾക്ക് വേണ്ടിയുള്ളതാണ്, ഒരു റൂമാണ് അല്ലെങ്കിൽ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അവിടെ വളരെ അത്യാവശ്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെഡിസിൻസും ഹൈജീനും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ഒബ്സർവേഷനുള്ള ഒരു രീതിയാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പം അതുപോലെയാണ് നമ്മൾ ഇന്റൻസീവ് ക്രാഷ് ക്ലാസ് എന്ന് വെച്ചാൽ വളരെ ബേസിക്സ് കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി തരികയും എന്നാൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ചില നെർവ് ഏരിയസ് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയും ഓവറോൾ ആയിട്ട് ലോയും കൂടെ പറഞ്ഞു പോകുന്ന ഒരു മെത്തഡോളജിയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് ചാർജ് എന്ന് പറയുന്നത്? അപ്പോൾ ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമുക്കറിയാം, ഒരു കമ്പനിയെ സംബന്ധിച്ചോളം, എസ്പെഷ്യലി ഒരു കമ്പനിയെ സംബന്ധിച്ചോളം ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അല്ലെ? ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഷോർട്ട് ടേമിനും വേണം, അതുപോലെ തന്നെ എന്താണ് ലോങ് ടേമിനും വേണം. യു റിക്വയർ ക്യാപിറ്റൽ, എ കമ്പനി റിക്വയർ ക്യാപിറ്റൽ ഫോർ ലോങ് ടേം പർപ്പസ് ആൻഡ് ഓൾസോ ഫോർ ഷോർട്ട് ടേം പർപ്പസസ്. ഷോർട്ട് ടേം പർപ്പസിന് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന് പറയും, അല്ലെ? ഇതിന് സാധാരണ വലിയ ലോങ് ടേം, സാധാരണ ലോങ് ടേം പീരീഡിലേക്ക് ഒരു 10 വർഷത്തേക്കൊക്കെ ലോൺ എടുക്കുന്നതിനാണ് നമ്മൾ സാധാരണ ലോങ് ടേം ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോങ് ടേം റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇന്ന് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പൊതുവെ 6 മാസമോ 1 വർഷമോ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതിനെയാണ് നമ്മൾ സാധാരണ ഷോർട്ട് ടേം ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ, കമ്പനിയുടെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ രണ്ട് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ മൂലധനം ആവശ്യമുണ്ട്. ഡേ ടു ഡേ വർക്കിംഗ് ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ലോൺ. അതുപോലെ ലോങ് ടേം ലോൺ എന്ന് പറയുന്നത് 10 വർഷം 5 വർഷം വലിയ പീരീഡ് ഓഫ് തിരിച്ചടവുള്ള ഗസ്റ്റേഷൻ പീരീഡുള്ള ലോൺസിനെയാണ് നമ്മൾ ലോങ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ ഈ പർപ്പസ് നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട്, അല്ലെ? നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട്. നമ്മൾ സാധാരണയിൽ ഷോർട്ട് ടേം ലോണിനൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ് ബാങ്ക് ലോൺ എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ സാധാരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ബാങ്ക് ലോൺ അത് നമുക്കറിയാം. ബാങ്ക് ലോൺ ആണ് ഏറ്റവും കൂടുതൽ പേര് ഈ പറഞ്ഞ ഇതിനു വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന ഒരു സംഭവം. ഈ ബാങ്ക് ലോണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്, അല്ലെ? എന്നൊക്കെ അറിയാം. അതുപോലെ തന്നെ IOB, അതുപോലെ തന്നെ ഇൻഡോർസീസ് ബാങ്ക്, BOB, ബാങ്ക് ഓഫ് ബറോഡ, ഇതൊരു ഇഷ്ടം പോലെ പൊതുമേഖലയിലുള്ള ബാങ്കുകളും പ്രൈവറ്റ് ബാങ്ക്, ICICI ബാങ്ക് പോലത്തെ ബാങ്കുകളുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ബാങ്ക് ലോൺ വെച്ചിട്ടാണ് നമ്മളെല്ലാവരും ഈ കമ്പനിയുടെ ഈ ഷോർട്ട് ടേം ലോണിനെ നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്, അഡ്രസ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ സോഴ്സ് ആയിട്ട്. ലോങ് ടേമിന് ഒത്തിരി സോഴ്സ് ഉണ്ട്, നമുക്കറിയാം. ലോങ് ടേമിന് പോകുമ്പോൾ ഒത്തിരി സോഴ്സസ് അതിൻ്റെ അകത്തുണ്ട്. അത് ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേമിൽ കൂടുതലും പോകുമ്പോൾ നമ്മൾ സാധാരണ ഡിബഞ്ചേഴ്സ് പോകും, അല്ലേ? ഡിബഞ്ചേഴ്സ് പോകും. അതുപോലെ തന്നെ ലോങ് ടേമിൽ വളരെ ലോങ് ടേം പോകുകയാണെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ അല്ലെ? IPO എന്നൊക്കെ പറഞ്ഞു പോവാം. ഇങ്ങനെ പല ടൈപ്പുണ്ട്. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ യു മസ്റ്റ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് എന്ത് ചാർജിലോട്ട് എത്തുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ചാർജ് കൺസെപ്റ്റ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഷോർട്ട് ടേമും ലോങ് ടേമും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞതിൽ നിന്നും ബാങ്ക് ലോണിനെ ആശ്രയിക്കുമ്പോൾ കൂടുതലും ആശ്രയിക്കുന്നത് ഷോർട്ട് ടേം ആണെന്ന് പറഞ്ഞു. പക്ഷെ 5 വർഷം 6 വർഷം 7 വർഷത്തിന് എടുക്കുന്ന ലോങ് ഉണ്ട്. പക്ഷെ 10-20 വർഷത്തിന് മുകളിലൊക്കെ നമ്മൾ 50 കോടി 60 കോടി 100 കോടി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ബാങ്ക് ലോണിൽ പോകാറില്ല. അതിന് പകരമുള്ള സോഴ്സാണ് സാറ് പറഞ്ഞതാണ് ഡിബഞ്ചർ, അല്ലെ? ഡിബഞ്ചർ. അതുപോലെ വളരെ ലോങ് ടേമിൽ 300 കോടി 350 കോടി 1000 കോടിയൊക്കെ ക്യാപിറ്റൽ ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ഷെയർ മാർക്കറ്റ് ആശ്രയിക്കും. ഇനിഷ്യൽ പബ്ലിക് ഓഫർ അല്ല IPO അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ വെച്ച്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സംസാരം എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ഇതിനെ കുറിച്ചാണ്, നമ്മൾ ബാങ്ക് ലോണിനെ കുറിച്ചാണ്. കാരണം ഈ ബാങ്ക് ലോണ് ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഈ ബാങ്ക് ലോണിനെ കുറിച്ചാണ് കുട്ടികളെ. ബാങ്ക് ലോണിന് പോകുമ്പോൾ ഈ ഒരു ബാങ്ക് നിങ്ങൾക്കറിയാം, ബാങ്കിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലെൻഡിങ് പ്രിൻസിപ്പിളിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ബാങ്ക് എന്ന് പറയുന്നത് വെറുതെ നമുക്ക് വെച്ചിരിക്കുകയല്ലോ, അല്ലേ? അപ്പോൾ നമുക്ക് ലോൺ തരുമ്പോൾ ഒരു കമ്പനിക്ക് എസ്പെഷ്യലി ലോൺ കൊടുക്കുമ്പോൾ ബാങ്ക് എക്സ്പെക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്യൂരിറ്റി. അതായത് ഒരു 5 കോടി രൂപ നിങ്ങൾ ലോണ് ആവശ്യപ്പെട്ട് ബാങ്കിൽ പോകുമ്പോൾ ആ ലോണ് പ്രോസസ്സ് ചെയ്ത് തരാമെന്ന് ബാങ്ക് പറയും. അഗ്രിമെന്റ് സ്റ്റേജിലോട്ട് എത്തുമ്പോൾ ബാങ്ക് വയ്ക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ബാങ്ക് എക്സ്പെക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് സെക്യൂരിറ്റി കൊടുക്കും, എന്ത് പ്ലഡ്ജിന് കൊടുക്കും, എന്ത് മോർഗേജിന് കൊടുക്കും, എന്ത് ഹൈപ്പോത്തിക്കേറ്റിന് കൊടുക്കും, കമ്പനിയുടെ അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് 5 കോടിയുടെ ഒരു ലോണിന് നിങ്ങൾക്ക് ഒരു 7-8 കോടിയുടെ ഒരു പ്രോപ്പർട്ടി കമ്പനി കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒന്നും കണ്ണും കൂടി നിങ്ങൾക്ക് ലോൺ തരും. 25 കോടിയുടെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ 10 കോടിയാണോ 15 കോടിയാണോ തരും. അങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് കമ്പനിയുടെ ആസ്തി, കമ്പനിയുടെ അസറ്റ്സ്, കമ്പനിയുടെ സ്റ്റോക്ക്, കമ്പനിയുടെ ഡെറ്റേഴ്സ്, കമ്പനിയുടെ കൊളാറ്ററലായിട്ട് കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്ന സെക്യൂരിറ്റീസ് ഉണ്ടോ അതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് എത്രത്തോളം ലോൺ കിട്ടും എന്നുള്ളതിന്റെ കപ്പാസിറ്റി. സോ മോർ യു ഹാവ് ടാഞ്ചിബിൾ അസറ്റ്സ്, മോർ യു ഹാവ് ബാങ്കബിൾ അസറ്റ്സ് ഇൻ യുവർ കമ്പനീസ് ബാലൻസ് ഷീറ്റ്, ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് മോർ ലോൺ ഈസ് ഓൺ ഹൈ. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ കുറച്ച് അസറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ലോൺ കിട്ടത്തുള്ളൂ. ഒരുപാട് വലിയ പുരയിടം കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി ആസ്തിയുള്ള അസറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ലോൺ കിട്ടും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്താണ്? ബാങ്കിന് വേണ്ടത് സെക്യൂരിറ്റിയാണ്.
നല്ല സെക്യൂരിറ്റി കൊടുക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ നല്ല വാല്യുവേഷനുള്ള സെക്യൂരിറ്റി കൊടുക്കുന്ന കമ്പനികൾക്ക് നല്ല എമൗണ്ട് ഓഫ് ലോൺ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എങ്ങനെയാണ് ഇനി സെക്യൂരിറ്റി കൊടുക്കുന്നത്? എങ്ങനെയാണ് കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾ കമ്പനിയുടെ അസറ്റ്സിന് ബാങ്കിന് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത്? ആ പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇവിടെ ചാർജ് എന്ന് പറയുന്നത്. അല്ല, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചാർജ് എന്ന് പറയുന്നത്. നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ചാർജ് എന്ന് പറയുന്ന സംഭവം കമ്പനിയുടെ അസറ്റ്സിനെ ബാങ്കിന് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തുകൊണ്ട് ലോണ് കിട്ടുന്നതിനെയാണ് നമ്മളിവിടെ ചാർജ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ 10 കോടി രൂപ നിങ്ങൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒബ്വിയസ്ലി ഒരു 15 കോടിയുടെ നിങ്ങളുടെ ഫിക്സഡ് അസറ്റ്സിനെ ചാർജിന് കൊടുക്കും. ഒരു ലാൻഡാണെന്ന് വയ്ക്കുക. അപ്പൊ അതിന്റെ ടൈറ്റിൽ ഡീഡിനെ ബാങ്കിന്റെ പേരിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്ലഡ്ജ് ചെയ്യും, ഹൈപ്പോത്തിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മളിവിടെ ചാർജ് എന്ന് പറയുന്നത്. ഈ ചാർജ് എന്ന വാക്ക് പൊതുവെ കമ്പനിയിലാണ് യൂസ് ചെയ്യുന്നത്. പാർട്ണർഷിപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ലൈഫിലോ നമ്മൾ ഒരിക്കലും തന്നെ ഒരു കാർ ലോൺ എടുക്കാൻ പോകുമ്പോൾ സാർ ഞാൻ ചാർജ് തരാമെന്ന് പറയാറില്ല. സാറിന് സെക്യൂരിറ്റി തരാമെന്നൊക്കെ പറയാറ്. ചാർജ് ഇസ് എ പെക്യൂലിയർ വേർഡ് യൂസ്ഡ് ഇൻ കമ്പനി ലോ പാർലൻസ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചാർജ് എന്ന് വെച്ചാൽ കമ്പനിയുടെ അസറ്റ്സിനെ, അത് ഫിക്സഡ് അസറ്റ്സ് ആവാം, ഫ്ലോട്ടിംഗ് അസറ്റ്സ് ആവാം, അത് പിന്നെ വരാം, അസറ്റ്സിനെ നമ്മൾ ബാങ്കിന് സെക്യൂരിറ്റിക്ക് കൊടുക്കുകയും അതിന്റെ ബേസിസിൽ ബാങ്ക് നമുക്ക് ലോൺ തരും. ഈ സെക്യൂരിറ്റിക്ക് കൊടുക്കുന്ന രജിസ്ട്രേഷനെ, സെക്യൂരിറ്റി കൊടുത്ത് ആ ടൈറ്റിൽ ഡീഡിന്റെ ചാർജിനെ അല്ലെങ്കിൽ അതിന്റെ ലീനിനെ, അതിന്റെ മോർഗേജിനെ നമ്മൾ ബാങ്കിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മളോട് ചാർജ് ക്രിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി കാണും അല്ലെ? അപ്പോ കമ്പനിയുടെ പ്രോപ്പർട്ടീസ് ചാർജിന് കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമേ കമ്പനിക്ക് ലോൺ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. നിങ്ങൾക്ക് ബാങ്ക് ലോണിൽ പോയിട്ട് ഒരു ബാങ്ക് മാനേജർ പറയുന്നു, സാർ ഇങ്ങനെയാണ്, എനിക്ക് ഇതുണ്ട്, ഭയങ്കര പേരുണ്ട്, ഇതൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് പ്രോപ്പർട്ടി ഇല്ല, എനിക്ക് ഫിക്സഡ് അസറ്റ്സും ഇല്ല, ഫ്ലോട്ടിംഗ് അസറ്റ്സും ഇല്ല, എനിക്ക് പൈസ വരുന്നു ഒരു ബാങ്ക് തരത്തില്ല. കാരണം ഇറ്റ് വിൽ ബി എൻഡിങ് ഓൺ എ റിസ്കിയർ ട്രാൻസാക്ഷൻ. ദ ബാങ്കിന്റെ ഫണ്ടമെന്റൽ ജോലി അറിയാം, ദേ വിൽ നെവർ ടേക്ക് എ റിസ്ക്. സോ ദേ വിൽ ഓൺലി ലുക്ക് അപ്പോൺ വെദർ ദ കമ്പനി ഹാസ് എ ബാങ്കബിൾ സെക്യൂരിറ്റി ടു ഗിവ് ആസ് എ ചാർജ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഉടനീളം നമ്മൾ പഠിച്ചു പോകുന്ന കാര്യം. അപ്പോൾ ഇതാണ് ചാർജിന്റെ ഒരു ബേസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. അപ്പോൾ ചാർജ് എന്ന് പറയുന്നത് അതിന്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി കാണാം. ചാർജ് ഈസ് ബേസിക്കലി എ സെക്യൂരിറ്റി ടു സെക്യൂർ എ ബാങ്ക് ലോൺ. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് നമ്മളെ തമ്പ് ലൈൻ, മറക്കരുത്. ചാർജ് ഈസ് ബേസിക്കലി എ സെക്യൂരിറ്റി ടു സെക്യൂർ എ ലോൺ ടേക്കൺ ഫ്രം എ ബാങ്ക്. ബാങ്കിൽ നിന്നും നിങ്ങൾ എടുത്ത ഒരു ലോണിനെ സെക്യൂർ ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ചാർജ് എന്ന് പറയുന്നത്. അത് രജിസ്റ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ചാർജ് ക്രിയേഷനും ചാർജ് രജിസ്ട്രേഷനും എന്ന് പറയുന്നത്. മനസ്സിലായി? 2 തരം പ്രോപ്പർട്ടീസ് നമുക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യാം. 2 തരം പ്രോപ്പർട്ടിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ബാലൻസ് ഷീറ്റ് നിങ്ങൾ CA പഠിക്കുന്നവർക്ക് വളരെ നല്ല അറിയാം, ബാലൻസ് ഷീറ്റ് അറിയാം അല്ലെ? ഒന്ന്, വി ഹാവ് ഫിക്സഡ് അസറ്റ്സ്. 2 നമുക്കറിയാം ഫ്ലോട്ടിംഗ് അസറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഭാഷ, നിങ്ങളെ CA ഭാഷയിൽ പറയുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കറണ്ട് അസറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഒരു കമ്പനിക്ക് ലോണായിട്ട് കിട്ടാനായിട്ട് നമുക്ക് അങ്ങോട്ട് കൊടുക്കാനായിട്ട് 2 തരം അസറ്റ്സ് ഉണ്ട്. ഒന്ന് ഫിക്സഡ് അസറ്റ്സ്, ലാൻഡ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽഡിംഗ്, ഇത്തരം ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സും. അതുപോലെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള അസറ്റ്സ് ലൈക്ക് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഏറ്റവും കൂടുതൽ ബാങ്ക് ലോൺ കിട്ടുന്ന ഒരു ഇതാണ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. റോ മെറ്റീരിയൽസ് ആവാം, വർക്ക് ഇൻ പ്രോഗ്രസ് ആവാം, അല്ലെങ്കിൽ ഫിനിഷ്ഡ് സ്റ്റോക്ക് ആവാം. അതുപോലെ കിട്ടാനുള്ള പൈസ, ഡെറ്റേഴ്സ്, ബുക്ക് ഡെറ്റ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കമ്പനിയെ സംബന്ധിച്ചോളം. സ്റ്റോക്ക് അധികമില്ല, ഫിക്സഡ് അധികമില്ല, പക്ഷേ കസ്റ്റമേഴ്സിന് വിറ്റ്, ക്രെഡിറ്റിന് വിറ്റ് ഇഷ്ടംപോലെ ഒരു 85 കോടി ഇങ്ങോട്ട് കിട്ടാനുണ്ടെന്ന് പറയുന്നത് ബുക്ക് ഡെറ്റ്സ് ഇറ്റ്സ് എ അസറ്റ്. അതിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഫിക്സഡ് അസറ്റ്സ് കൊടുക്കാം, ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറിയും കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് അസറ്റ്സ് ആയ സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഡെറ്റേഴ്സും ഇൻവെന്ററീസും അങ്ങോട്ട് കൊടുക്കാം. ഈ കൊടുക്കാന്ന് വെച്ചാൽ ഇൻവെന്ററി മുഴുവൻ കൊണ്ട് ബാങ്കിൽ കൊണ്ട് ലോക്കറിൽ വെക്കത്തില്ല കേട്ടോ. അതിന്റെ അവകാശം, അതിന്റെ ലീൻ, അതിന്റെ റൈറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അപ്പൊ പൊതുവെ നമ്മൾ ഫിക്സഡ് അസറ്റ്സിനെ വെച്ചിട്ടാണ് ചാർജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ചാർജിനെ നമ്മൾ ഫിക്സഡ് ചാർജ് എന്നും, ഫിക്സഡ് അസറ്റ്സ് കൊടുത്ത് ചെയ്യുന്ന ചാർജ് നമ്മൾ സാധനം എന്ന് വിളിക്കും, കുട്ടികളെ നമ്മൾ അതിനെന്ന് വിളിക്കും നമ്മൾ ഫിക്സഡ് ചാർജ് എന്നും. ഇതാ പറഞ്ഞത് അല്ലെ? ഈ ഫിക്സഡ് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്ത ചാർജ് നമ്മൾ സാധനം എന്ന് വിളിക്കും നമ്മൾ ഫിക്സഡ് ചാർജ്, FC, ഫിക്സഡ് ചാർജ് എന്ന് വിളിക്കും. അതുപോലെ ഫ്ലോട്ടിംഗ്
അസറ്റ്സ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സ് ആണ് നമുക്കുള്ളത് അല്ലേ, നമുക്കുള്ള ഇൻവെന്ററി അല്ലെ, ഇൻവെന്ററി, സ്റ്റോക്ക് ഇൻ ട്രേഡ്, അതേപോലെ തന്നെ ഡെറ്റേഴ്സ് ഒക്കെയാണ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ചാർജ് നമ്മൾ ഫ്ലോട്ടിംഗ് FG ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് വിളിക്കും. അപ്പോൾ ഒന്ന് FC ഫ്ലോട്ടിംഗ് ചാർജ്, ഫിക്സഡ് ചാർജ്, അല്ലെങ്കിൽ FGC ഫ്ലോട്ടിംഗ് ചാർജ്. ഫിക്സഡ് അസറ്റ്സിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഫിക്സഡ് ചാർജ് എന്നും, ഫ്ലോട്ടിംഗ് അസറ്റ്സിൽ നമ്മൾ കൊടുത്താണ് ചാർജ് ക്രിയേറ്റ് ചെയ്ത് ലോൺ എടുക്കാൻ പോകുന്നതിന് നമ്മൾ ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് വിളിക്കും. ഇതാണ് ഫണ്ടമെന്റലി 2 ടൈപ്സ് ഓഫ് ചാർജ് ക്രിയേഷൻ. ഇതൊരു തിയോറിറ്റിക്കലി എല്ലാ ഫാക്കൽറ്റീസും പറയുന്നത് ഇങ്ങനെയാണെങ്കിലും ഒരു ഇന്റൻസീവ് അപ്രോച്ചിൽ, കോൺസെപ്ച്വൽ അപ്രോച്ചിൽ പറയുമ്പോൾ ഇതിന് വേറൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. എന്താണ്? ചാർജ് ഹോൾഡർ, അതാണ് ചാർജ് ഹോൾഡർ ബാങ്കിന്റെ റൈറ്റ് ഒരു അസറ്റ്, ചാർജ് കൊടുക്കുന്ന അസറ്റിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫിക്സഡ് ചാർജ് എന്ന് വിളിക്കുമെന്നൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. എന്താണ്? ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു 10 സെന്റ് സ്ഥലം കൊടുത്തിട്ടാണ് ലോൺ എടുക്കുന്നത്. 10 സെന്റ് സ്ഥലം എന്ത് ചാർജാണ്? ഫ്ലോട്ടിംഗ് ആണ്, ഫിക്സഡ് ആണ്. കാരണം അത് ഫിക്സഡ് അസറ്റ് ആണല്ലോ അല്ലെ. കാരണം ലാൻഡ് ഇസ് എ ഫിക്സഡ് അസറ്റ്, സോ യു ആർ ഗിവിംഗ് ദാറ്റ്, സോ യു വിൽ ഒബ്വിയസ്ലി ഗെറ്റ് ലോട്ട് ഓഫ് മണി ബിക്കോസ് യു ഹാവ് എ ഫിക്സഡ് അസറ്റ്സ് ടു ക്രിയേറ്റ് എ ചാർജ്. ഈ ഫിക്സഡ് അസറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഈ 10 സെന്റ് സ്ഥലം വേറെ ഒരു പർപ്പസിനും കമ്പനിക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. കാരണം ഈ ചാർജ് ബാങ്കിൽ നിങ്ങൾ അതിന്റെ ടൈറ്റിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ ചാർജിൽ ഈ പറയുന്ന പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഒരു ബിൽഡിംഗ് കെട്ടണമെന്ന് വിചാരിക്കാം. ഒരു ബിൽഡിംഗ്, ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ 10 സെന്റ് സ്ഥലം കൊടുത്തിരിക്കുകയാണ്, ഇവിടെ നമുക്കൊരു ബിൽഡിംഗ് എറക്ട് ചെയ്യണം, ബിൽഡിംഗ് കെട്ടണമെന്നുണ്ടെങ്കിൽ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇത് ഫിക്സഡ് ചാർജാണ്. കാരണം ചാർജ് ഹോൾഡർ റൈറ്റ് ഈ പ്രോപ്പർട്ടിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. യു ക്യാൻ ഓൺലി ബിൽഡ് എ ബിൽഡിംഗ് ഇൻ ദിസ് പ്രോപ്പർട്ടി or this land with the prior permission of the charge holder, that is the bank. കുട്ടികളെ, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഫിക്സഡ് ചാർജ് വിളിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് ഫിക്സഡ് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്താൽ ഫിക്സഡ് ചാർജ്, ഫ്ലോട്ടിംഗ് അസറ്റ്സിൽ ക്രിയേറ്റ് ചെയ്താൽ ഫ്ലോട്ടിംഗ് ചാർജ്. അതൊരു ബേസ് ലെവൽ ഇന്റർപ്രിട്ടേഷൻ. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ട് ഇന്റർപ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാർജ് ഹോൾഡറിന്റെ റൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിനെ ഫിക്സഡ് ചാർജ് എന്നോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ചാർജ് എന്നോ കാറ്റഗറൈസ് ചെയ്യും. ചാർജ് ഹോൾഡറിന്റെ റൈറ്റ് ഈ പ്രോപ്പർട്ടിയിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇഫ് യു വാണ്ട് ടു യൂസ് ദിസ് പ്രോപ്പർട്ടി യു ഷുഡ് ടേക്ക് ദ പെർമിഷൻ ഓഫ് ദ ചാർജ് ഹോൾഡർ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഫിക്സഡ് ചാർജ്. നേരെ മറിച്ച് ഫ്ലോട്ടിംഗ് ചാർജ് എടുക്കും. ഫ്ലോട്ടിംഗ് ചാർജ് എടുത്ത് നമുക്ക് ഇടാം. ഫ്ലോട്ടിംഗ് ചാർജ് ഇത് ഫ്ലോട്ടിംഗ് ചാർജ് വയ്ക്കുക. ഇതിരിക്കുന്നത് സ്റ്റോക്ക് ആണ് വയ്ക്കുക. സ്റ്റോക്ക് നിങ്ങൾക്ക് അറിയാമല്ലേ, RM അല്ലെ, റോ മെറ്റീരിയൽ, അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിനിഷ്ഡ് സ്റ്റോക്ക് ആയിരിക്കും. ഇതിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയെ, ഈവൻ ദോ നിങ്ങൾ ഈ സ്റ്റോക്കിനെ ബാങ്കിന് ചാർജ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും, യു ആർ ഫ്രീ ടു യൂസ് ദിസ് പ്രോപ്പർട്ടി. യു ക്യാൻ യൂസ് ദിസ് റോ മെറ്റീരിയൽ ഇൻ യുവർ പ്രൊഡക്ഷൻ സൈക്കിൾ. യു ക്യാൻ യൂസ് ദിസ് ഇൻ യുവർ ബിസിനസ്. ഇത് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാം. റോ മെറ്റീരിയൽ ചിലപ്പോൾ സ്റ്റോക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ആവും, അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവും, ചിലപ്പോൾ നിങ്ങൾ വിൽക്കും, അപ്പോൾ ഡെറ്റേഴ്സ് ആവും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അപ്പോ ചാർജ് ഹോൾഡറിന്റെ റൈറ്റ് ഇവിടെ ഫിക്സ്ഡ് അല്ല, ഇവിടെ ഫ്ലോട്ടിംഗ് ആണ്, മെതന്ന് നിൽക്കും. ഇതാണ് പ്രോപ്പർട്ടി, അതിന് മുകളിൽ ഇങ്ങനെ മെതന്ന് നിൽക്കത്തുള്ളൂ, ഇങ്ങനെ മെതന്ന് നിൽക്കും. യു ക്യാൻ യൂസ് ദിസ് പ്രോപ്പർട്ടി ഇൻ യുവർ ബിസിനസ്. അതുകൊണ്ടാണ് കുട്ടികളെ ഇതിനെ നമ്മൾ ഫ്ലോട്ടിംഗ് ചാർജ്, പ്രോപ്പർട്ടിയുടെ മുകളിൽ മെതന്ന് കിടക്കുന്ന ചാർജ് ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഇതാണ് അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ഫിക്സഡ് ചാർജ് ഫ്ലോട്ടിംഗ് ചാർജിനുള്ള വ്യത്യാസം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റഡി മെറ്റീരിയലോട്ട് പോകാം, അല്ലെങ്കിൽ നമ്മുടെ റെഫറൻസ് മെറ്റീരിയലോട്ട് പോകാം. എന്താണ് ക്രിസ്റ്റലൈസേഷൻ ഓഫ് ചാർജ്? ഇതേ ഫ്ലോട്ടിംഗ് ചാർജ്, ഇതേ സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഞാൻ പറഞ്ഞു മെതന്ന് കിടക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. ചാർജ് നിങ്ങൾ EMI അടച്ചുകൊണ്ടിരിക്കുന്നു, സന്തോഷം, ബാങ്കും ഹാപ്പി, നിങ്ങളും ഹാപ്പി, എല്ലാവരും ഹാപ്പി. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ EMI അടക്കാൻ മുടങ്ങുന്നു. ആസ് പെർ ദ ലോൺ അഗ്രിമെന്റ് യു ആർ നോട്ട് റീപേയിങ് ദ EMIs റെഗുലർലി. അങ്ങനെ നിങ്ങൾ ലോൺ റീപേ ചെയ്യാൻ ഡീഫോൾട്ട് വരുത്തിയാൽ then the charge holders right will become fixed. ഫ്ലോട്ടിംഗ് അല്ല, ഫിക്സ്ഡ് ആവും. ഇനി മുതൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ പ്രയർ പെർമിഷൻ എടുക്കണം. ഈ ഫിക്സഡ് നാച്ചുറലുള്ള ചാർജ് ഫ്ലോട്ടിംഗ് നാച്ചുറലുള്ള ചാർജ് ആയിട്ട് മാറുന്നതന്നെയാണ്. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ചാർജ്, ഇപ്പൊ നേരത്തെ ഫ്ലോട്ടിംഗ് ആയിരുന്നു അല്ലെ, ഫ്ലോട്ടിംഗ്. നിങ്ങൾ EMI അടച്ചുകൊണ്ടിരിക്കുന്ന കാലം സന്തോഷം, ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സുഖമായിട്ട് യൂസ് ചെയ്യാം. അതൊന്നും ചെയ്യത്തില്ല, അതിങ്ങനെ മേർന്ന് കിടക്കത്തേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ EMI അടയ്ക്കാൻ ഡിഫോൾട്ട് വരുത്തി കഴിയുമ്പോൾ ഫ്ലോട്ടിംഗ് ചാർജ് വിൽ ടേക്ക് ദ നാച്ചർ ഓഫ് ഫിക്സഡ് ചാർജ്. ആൻഡ് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാർജ് ഹോൾഡറിന്റെ പെർമിഷൻ എടുക്കണം. ദിസ് പ്രോസസ് ഓഫ് കൺവെർട്ടിംഗ് ദ നാച്ചർ ഓഫ് എ ഫ്ലോട്ടിംഗ് ചാർജ് to a fixed charge is called crystallization of charges. Once it has been crystallized, now you can use the property. Even disposed of the property can be only with the prior permission of the charge holder. So, these concepts മനസ്സിലാക്കണം. ഫിക്സഡ് ചാർജ്,
ഫ്ലോട്ടിംഗ് ചാർജ് ഫിക്സ്ഡ് അസറ്റ്സ് തന്നെ, ഫ്ലോട്ടിംഗ് ചാർജ് ഫ്ലോട്ടിംഗ് അസറ്റ്സ് തന്നെ. ഞങ്ങൾക്ക് തിയോറിറ്റിക്കലി പറയാം. പ്രാക്ടിക്കലി ചാർജ് ഹോൾഡറിന്റെ റൈറ്റ് ഫിക്സ്ഡ് ആണോ ഫ്ലോട്ടിംഗ് ആണോ എന്നുള്ളതാണ് ചോദ്യം. പൈസ തിരിച്ച സമയത്ത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അഗ്രിമെന്റ് പ്രകാരം നിങ്ങൾ ഒബ്ലിഗേഷൻസ് ചെയ്തില്ലെങ്കിൽ ഈ ഫ്ലോട്ടിംഗ് നേച്ചറുള്ള ചാർജ് ഫിക്സഡ് ആയി കൺവെർട്ട് ആവും. പിന്നെ നിങ്ങൾക്ക് ചാർജ് ഹോൾഡറിന്റെ പെർമിഷൻ വഴി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് നമ്മളിവിടെ ക്രിസ്റ്റലൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് കൺസെപ്റ്റ്സിൽ ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ആയി കാണും. അപ്പോൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാണെങ്കിൽ നമുക്ക് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ പ്രക്രിയകൾ തുടങ്ങാം. സാറിൻ്റെയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെ, ഇതൊരു ക്രാഷ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നെർവ് ഏരിയാസ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. എന്നാൽ കൺസെപ്ച്വലി വളരെ ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യും. ആക്ച്വലി ചാർജിനെ കുറിച്ച് ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല. നമുക്ക് പൊതുവെ അറിയാലോ, കോംപ്ലയൻസ് പഠിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ട്സ് ആയാലും കമ്പനി സെക്രട്ടറീസ് ആയാലും വി ഡോണ്ട് ബേസിക്കലി സ്റ്റഡി ദ കോൺസെപ്റ്റ്. നമ്മൾ കൺസെപ്റ്റും കാര്യങ്ങളൊന്നും അല്ല പഠിക്കുന്നത്. നമ്മൾ ഇതിന്റെ കംപ്ലയൻസ് ആണ് പഠിക്കുന്നത്. രജിസ്ട്രേഷൻ ഓഫ് ചാർജ് ആണ് പഠിക്കുന്നത്. അത് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ പ്രോസസ് എന്താണ്, രജിസ്റ്റർ ചെയ്യില്ലെങ്കിലുള്ള എന്താണ്, കോൺസിക്വൻസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് നേരെ സിലബസിലോട്ട് പോവാം. രജിസ്ട്രേഷൻ ഓഫ് ചാർജ് ആണ് ഞാൻ പറഞ്ഞു. ചാർജ് അല്ല പഠിക്കുന്നത്, രജിസ്ട്രേഷൻ ഓഫ് ചാർജിനെ കുറിച്ചാണ് ചാപ്റ്ററിന്റെ ഡൊമൈൻ, ചാപ്റ്റർ 6. അപ്പൊ നമുക്ക് ആദ്യം ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ മെറ്റീരിയലാണ്. അത് നമുക്കൊരു റൈറ്റും ഇല്ല, അതിന്റെ പിന്നിൽ കോപ്പിറൈറ്റ് ഒന്നുമില്ല. പഠിപ്പിക്കാനുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം ഇത് യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യം ഡിസ്ക്ലൈമർ പറഞ്ഞോളട്ടെ. കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 77 മുതൽ 87 വരെ ചാർജിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. സെക്ഷൻ 77 to 87 ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ചാർജ്. അറൌണ്ട് 10 സെക്ഷൻസ്. ഡെഫിനിഷൻ ഉണ്ട് സെക്ഷൻ 2 clause 16. അതൊന്ന് നോക്കിപ്പോവാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, സെക്ഷൻസ് 77 to 87 ആണ് ചാർജ് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ഡിസ്കസ് ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013. അതിന് പുറമെ കമ്പനീസ് RC റൂൾസ് ഉണ്ട്, കമ്പനീസ് രജിസ്ട്രേഷൻ ഓഫ് ചാർജ് റൂൾസ് 2014 ഉണ്ട്. അത് 2019 ചില അമെന്റ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. എന്താണ് ചാർജിന്റെ ഡെഫിനിഷൻ? സെക്ഷൻ 2 clause 16 കമ്പനീസ് ആക്ടിൽ ചാർജിന്റെ ഡെഫിനിഷൻ ഉണ്ട്. ചാർജ് ഈസ് ആൻ ഇൻട്രസ്റ്റ് ഓർ ലീൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വാക്ക് പറഞ്ഞു, ലീൻ. ആ റൈറ്റ് ആണ്, നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ ബാങ്കിനുള്ള റൈറ്റ്, ആ ലീഗൽ ഫിക്ഷൻ, ആ ലീനെയാണ് നമ്മളിവിടെ ചാർജ് എന്ന് പറയുന്നത്. ചാർജ് കണ്ണും കാണാൻ പറ്റത്തില്ല, അതൊരു ലീഗൽ റൈറ്റ് ആണ്. നമ്മളിപ്പോൾ നമ്മൾ വണ്ടി മേടിച്ചു അല്ലേ, ഒരു എസ് ക്ലാസ് ബെൻസ് മേടിച്ചു, ലോൺ എടുത്ത് മേടിച്ചു. നമ്മൾ ഓട്ടിക്കും, നമ്മൾ ടൂർ പോകും, നമ്മൾ മൂന്നാറിൽ പോകും, നമ്മൾ ഊട്ടി പോകും, നമ്മൾ ബംഗളൂരിൽ പോകും, എല്ലായിടത്തും പോകും. പക്ഷേ നിങ്ങൾ മറക്കരുത്, അതിന്റെ മുകളിൽ ഒരാളുണ്ട്, ആരാ? ബാങ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴിയിൽ ഈ കാറങ്ങ് വിറ്റ് പൈസ ഉണ്ടാകാന്ന് വെച്ചാൽ പറ്റത്തില്ല. ബിക്കോസ് വൈ? The bank from which you took loan has a right over you, has a lien over this property. ഇതിനെ ആ ലീഗൽ ഫിക്ഷനെയാണ് നമ്മളിവിടെ ചാർജ് എന്ന് പറയുന്നത്. Created on the property or assets of the company undertaking or both, as includes and includes a mortgage. അല്ലെ, മോർഗേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലഡ്ജിന് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഹൈപ്പോത്തിക്കേറ്റിന് എഴുതി കൊടുക്കുന്നതും ചാർജിന്റെ പരിധിയിൽ വരും എന്നാണ്. അപ്പോൾ വളരെ സിമ്പിൾ ഡെഫിനിഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാറിന്റെ എക്സാമ്പിൾ മറക്കരുത്. ബെൻസ് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ലോൺ എടുത്ത പൈസ വെച്ചിട്ടാണ് ബാങ്കിന് SBI നിങ്ങൾ ലോൺ എടുത്തു, കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ കാറാണ്, സമ്മതിച്ചു. പക്ഷേ ഇതിന്റെ പേരിലൊരു റൈറ്റ് ആർക്കുണ്ട്? ഈ കാറിന്റെ പേരിൽ മുകളിലൊരു റൈറ്റ് അല്ലെങ്കിൽ ലീന് ഉണ്ട്. ബിക്കോസ് യു ടുക്ക് ലോൺ ഫ്രം SBI ടു ബൈ ദിസ് കാർ. സോ ആ ലീൻ, ആ അവകാശത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചാർജ് എന്ന് പറയുന്നത്. സോ ഡെഫിനിഷനെ വെട്ടിമുറിച്ച് പറഞ്ഞാൽ, ചാർജ് ഇസ് ആൻ ഇൻട്രസ്റ്റ് ഓർ ലീൻ ഈസ് ക്രിയേറ്റഡ് ഓൺ ദ പ്രോപ്പർട്ടി ഓഫ് ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി അണ്ടർടേക്കിംഗ്, അല്ലെ വസ്തുക്കൾ അല്ലെ. And it is given or created as a security for repayment of loan. എന്തിനാണ് ഇങ്ങനെ ബാങ്ക് പിടിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ ലോൺ എടുത്തു, നിങ്ങൾ തിരിച്ചടച്ചു കഴിഞ്ഞാൽ സന്തോഷം, നിങ്ങൾ എല്ലാ EMI-യും അടച്ചു കഴിഞ്ഞാൽ ഇനി ബാംഗ്ലൂരിൽ നിങ്ങൾ പോകുമ്പോൾ ഈ ബെൻസിന് മുകളിൽ ഒരു ബാങ്കും കാണത്തില്ല, നിങ്ങൾ ഫ്രീ. ബിക്കോസ് അങ്ങനെ ഒരു റൈറ്റ് അല്ലെങ്കിൽ ലീൻ നിങ്ങൾ തലയ്ക്ക് മുകളിൽ കാണത്തില്ല. ബിക്കോസ് യു ഓൾറെഡി റീപേഡ്. സോ ഇത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയാണ്, ഇത് റീപേയ്മെന്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. യെസ്, ഇനി നമുക്ക് പ്രൊവിഷൻസിലോട്ട് പതുക്കെ പോവാം. നമ്മൾ അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മളൊരു ക്രാഷ് ക്ലാസ് മോഡിന്റെ ആവശ്യമില്ല, ജസ്റ്റ് വായിക്കാൻ നല്ല സ്റ്റഡി മെറ്റീരിയലാണ്, വളരെ പൂ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്, ടൈപ്പ് ഓഫ് ചാർജ് ഇവിടെ വീണ്ടും വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി തന്നെ ഞാൻ ഇൻട്രൊഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നമുക്ക് കൂടെ സമയം ചിലവാക്കണ്ട. ഫിക്സഡ് ചാർജ് ഞാൻ രണ്ട് മീനിങ് ഉണ്ട്. എന്റെ കുട്ടികൾക്ക് അത് മാത്രമേ പറയാനുള്ളൂ. സാധാരണ ഒരു നാട്ടുപുറം സ്റ്റൈൽ എന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ചാർജ് ആണെങ്കിൽ ഫിക്സഡ് ചാർജ്, അത് ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്. രണ്ടാമത്തെ ഇന്റർപ്രിട്ടേഷൻ മറന്നു വരുന്നത്, റൈറ്റ് ഓഫ് ദ ചാർജ് ഹോൾഡർ ഇസ് ഫിക്സ്ഡ് ഓവർ ദ പ്രോപ്പർട്ടി. And if you want to use this property, you have to take the prior approval of the charge holder. ആ ഫിക്സേഷനെയാണ് നമ്മളുടെ ഫിക്സഡ് ചാർജ് എന്ന് വിളിക്കുന്നത്. ഓൾറെഡി പറഞ്ഞു. സാധാരണ പറയില്ലേ, ആസ് എ ലേമൻ നോളജ്, യെസ്, ഫിക്സഡ് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ചാർജ്, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഇതിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഫിക്സഡ് ചാർജ്. പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിന്റെ ലീഗൽ മീനിങ് എന്ന് പറയുന്നത്, റൈറ്റ് ഓഫ് ദ ചാർജ് ഹോൾഡർ ഇസ് ഫിക്സ്ഡ് ഓവർ ദ പ്രോപ്പർട്ടി. ഇഫ് യു വാണ്ട് ടു യൂസ് ദിസ് പ്രോപ്പർട്ടി, യു ഷുഡ് ടേക്ക് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ ചാർജ് ഹോൾഡർ. അതാണ് അതിന്റെ ലീഗൽ മീനിങ്. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള.
ഫ്ലോട്ടിംഗ് ചാർജ് പറഞ്ഞു. ഫ്ലോട്ടിംഗ് അസറ്റ്സ് ആയ ഞാൻ പറഞ്ഞു റോ മെറ്റീരിയൽ, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഡെറ്റേഴ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സാധാരണ ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. പക്ഷേ അതിന്റെ ലീഗൽ മീനിങ് എന്ന് വെച്ചാൽ ദ റൈറ്റ് ഓഫ് ദ ചാർജ് ഹോൾഡർ ഇസ് ജസ്റ്റ് ഫ്ലോട്ടിംഗ് ഓവർ ദ പ്രോപ്പർട്ടി സോ ദാറ്റ് കോൺസിക്വന്റ്ലി യു കൻ യൂസ് ദ പ്രോപ്പർട്ടി ഫ്രീലി ഇൻ ടു യുവർ ബിസിനസ്. And only when you stop the repayment of the loan, the right of the charge holder will be fixed over this property, and that process is called crystallization of charges. Okay, അപ്പോൾ അതോടെ പറഞ്ഞു ഇറ്റ്സ് വെരി ക്ലിയർ. അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വരുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ കുറച്ച് സമയം ലാഭിക്കാൻ പറ്റും. ക്രിസ്റ്റലൈസേഷൻ ഞാൻ പറഞ്ഞു പൊതുവേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇവിടെ വെച്ച് ഒരു ചെറിയൊരു ചോദ്യം വരാം. ട്രഡീഷണലി ഇപ്പോൾ പുതിയ അങ്ങനെ കാണാറില്ല ചോദ്യം, എങ്കിലും ട്രഡീഷണലി ക്രിസ്റ്റലൈസേഷൻ എന്ന് വെച്ചാൽ ചാർജ് ഹോൾഡറിന്റെ റൈറ്റ് ഫിക്സ്ഡ് ആവുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. പൊതുവെ ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്നത് ലോൺ അഗ്രിമെന്റ് പ്രകാരം, ലോൺ എടുത്തിട്ടില്ലേ, ആ അഗ്രിമെന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ റീപേയ്മെന്റ് ഓഫ് ലോണിൽ ഡീഫോൾട്ട് വരുത്തുമ്പോഴോ ആണ് പൊതുവെ ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്നത്. അപ്പോഴാണല്ലോ ചാർജ് ഹോൾഡർ ഇന്റർവെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചാർജ് ഹോൾഡർ ഇന്റർവ്യൂ ചെയ്യില്ല. നിങ്ങളൊരു ഒരു ലോൺ എടുത്തു, കമ്പനി കറക്റ്റ് ആയിട്ട് EMI അടച്ചുകൊണ്ടിരിക്കുന്നു, ഇൻസ്റ്റാൾമെന്റ് അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ബാങ്കും നിങ്ങളെ വീട്ടിൽ വരുമോ നിങ്ങളുടെ കമ്പനിയിൽ ഒന്നും ശല്യപ്പെടുത്തത്തില്ല. ദേ ആർ വെരി ഹാപ്പി, യു ആർ വെരി ഹാപ്പി. But once you violate the terms and conditions of the agreement, once you violate the terms and conditions of repayment, once you violate the loan schedule, then the bank will intervene. ബാങ്ക് നോട്ടീസ് അയക്കും, ബാങ്കിന്റെ ആൾക്കാർ വരും, പരിശോധിക്കും, ജപ്തി നടപടികളെല്ലാം വരും അല്ലെ. അങ്ങനെ വരുമ്പോൾ അവർ റൈറ്റ് ഫിക്സ്ഡ് ആവും. ഇനി ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ചോദിച്ചിട്ട് യൂസ് ചെയ്യണം. മനസ്സിലായില്ലേ? ചെറിയ ഒരു തമാശ പറഞ്ഞ പണ്ട് ഓർമ്മയല്ലേ, വിജയനും ദാസനും ഒക്കെ അല്ലെ പശുവിനെ കൊണ്ട് വിറ്റിട്ട് പോകുമ്പോൾ ബാങ്ക് മാനേജറൊക്കെ വരുന്നത് കണ്ടില്ല. ഇപ്പൊ കൊണ്ടോ അവരുടെ റൈറ്റ് ആ പശുവിനുണ്ടായിരുന്നു അല്ലെ, ഉണ്ടായിരുന്നു. ആ പശുവിനെ നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അല്ലെങ്കിൽ വിൽക്കും, അല്ലെങ്കിൽ നിങ്ങൾ EMI കറക്റ്റ് തിരിച്ചടക്കാതിരിക്കുമ്പോൾ ബാങ്ക് മാനേജർ വിറ്റു. സോ ദേ വിൽ ഇന്റർവീൻ. കമ്പനിയായിട്ട് ബന്ധമില്ല, ഞാൻ പറഞ്ഞു. ശരി, നമുക്കിനി പ്രൊവിഷൻസിലോട്ട് വരാം. ഇനിയാണ് നമ്മൾ രജിസ്ട്രേഷൻ ഓഫ് ചാർജിലോട്ട് പോകുന്നത്. അപ്പൊ ചാർജ് മനസ്സിലായി, ഫിക്സഡ് ചാർജ് എന്താണ് മനസ്സിലായി, ഫ്ലോട്ടിംഗ് ചാർജ് എന്താണ് മനസ്സിലായി, ക്രിസ്റ്റലൈസേഷൻ എന്താണ് മനസ്സിലായി, ലീഗൽ ഇമ്പാക്ട് മനസ്സിലായി. ഇനി നമുക്ക് നമ്മൾ ചാർജ് രജിസ്റ്റർ ചെയ്യാം. എന്താ കാര്യം, കമ്പനിയിൽ ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു കമ്പനിയും ഇന്ത്യയിലെ അവരുടെ പ്രോപ്പർട്ടിയിലോ ഫോറിനിലെ അവരുടെ ഒരു പ്രോപ്പർട്ടിയിലോ നിങ്ങൾ ചാർജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ ലോൺ എടുക്കുന്നു, അതിന് നിങ്ങൾ ബാങ്കിന് നിങ്ങളെ അസറ്റ്സിന്റെ സെക്യൂരിറ്റി ആയിട്ട്, അസറ്റ്സിനെ സെക്യൂരിറ്റി ആയിട്ട് ചാർജിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മാൻഡേറ്ററി അണ്ടർ സെക്ഷൻ 77 ആൻഡ് അതർ സെക്ഷൻസ് വിച്ച് യു ആർ ഗോയിങ് ടു ലുക്ക് ദാറ്റ് യു ഹാവ് ടു രജിസ്റ്റർ ദിസ് ചാർജ്. ഈ ഇങ്ങനെ പ്രോപ്പർട്ടിയിൽ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന വസ്തുത നിങ്ങൾ കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഏത് ജുറിസ്ഡിക്ഷനിലാണോ നിങ്ങൾ വരുന്നത് അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. പണ്ട് മാനുവൽ ആയപ്പോൾ നമ്മൾ എറണാകുളത്ത് ഓടിക്കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ പോസ്റ്റിനകത്ത്. ഇപ്പോൾ അത് വേണ്ട, എല്ലാം ഓൺലൈനാണ്. MCA 21 പോർട്ടലിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതിന്റെ ഫോം ഒക്കെ ഉണ്ട്, പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് മാൻഡേറ്ററി ആണ്. There should not be an unregistered charge. നിങ്ങൾ ഏതൊക്കെ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഏതൊക്കെ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ ഫിക്സഡ് ചാർജോ ഫ്ലോട്ടിംഗ് ചാർജോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇറ്റ് ഈസ് ഡ്യൂട്ടി ബൗണ്ട്, ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ദാറ്റ് യു ഹാവ് ടു ക്രിയേറ്റ് the charge which is been created already with the bank, that should be registered with the register of companies, because the ROC should know that which are the properties of companies are registered with bank. എവിടെയൊക്കെയാണ് ചാർജ് ക്രിയേറ്റ് ചെയ്ത് ബാങ്കിന് അതിന്റെ ഉടമസ്ഥാവകാശം കൊടുത്തിട്ടുള്ളത്, അതിന് റൈറ്റ് കൊടുത്തിട്ടുള്ളത് എന്ന് അറിയാനുള്ള അവകാശം ROC കൊണ്ട്. കാരണം this is not to protect the public at large, not to protect the creditors, not to protect the investors and shareholders of the company. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനല്ല ചാർജ് രജിസ്റ്റർ ചെയ്യുന്നത്. കാരണം എന്താണ്, ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഇവരോട് ചോദിക്കുന്നത്, സാർ എന്തിനാണ് ഇങ്ങനെ കുറെ ഫോമുകൾ ഫയൽ ചെയ്യുന്നത്, ഫോം ഫീസ് അടച്ച് കുറെ പ്രാക്ടീസിങ് കമ്പനീസ് സൈൻ ചെയ്യുന്നു, ചാർട്ടേഡ് അക്കൗണ്ട് സൈൻ ചെയ്യുന്നു, എന്തിനാണ്? ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു 50 കോടി രൂപയുണ്ട്. കേരളത്തിൽ കൊച്ചിയിൽ കടവന്ത്രയിലെ ഒരു കമ്പനിയിൽ നിന്ന് 50 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റിന് ഓപ്പർച്യൂണിറ്റി കിട്ടും. ആരോ പറഞ്ഞു വന്നു, നോക്കുമ്പോൾ നല്ല കമ്പനി, നല്ല ബിസിനസ് പൊട്ടൻഷ്യൽ, പുതിയ ന്യൂ ജനറേഷൻ ബിസിനസ്സാണ്, ടെക്നോളജി ഡ്രിവൻ ബിസിനസ്സാണ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്, എല്ലാം കൊള്ളാം, നല്ല കമ്പനി. കമ്പനിയെ കാണാൻ പോയി, രജിസ്റ്റർ ഓഫീസിൽ പോയി ചായ കുടിച്ചു, എല്ലാവരുമായിട്ട് CEOസുമായിട്ടും വെർട്ടിക്കൽസ് ആയ CFOസുമായിട്ടും ഡയറക്ടർമാരുമായിട്ട് സംസാരിച്ചു. യു ആർ വെരി ഹാപ്പി. ഇഷ്ടംപോലെ 100-150 എംപ്ലോയീസ് ഉണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ബാലൻസ് ഷീറ്റ് ഒക്കെ നോക്കിയപ്പോൾ നല്ല കാര്യങ്ങൾ, പ്രോഫിറ്റ് നല്ല രീതിയിൽ പോകുന്നു. കഴിഞ്ഞ ഫിനാൻഷ്യൽ ട്രാക്ക് റെക്കോർഡും ഡിവിഡൻഡും എല്ലാം കൊള്ളാം. നിങ്ങൾ നോക്കുമ്പോൾ കമ്പനി കൊള്ളാം, എല്ലാം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പക്ഷേ മറക്കരുത്, നിങ്ങൾ ഏതൊരു പ്രൂഡന്റ് ഇൻവെസ്റ്റർ ആണെങ്കിൽ അവരുടെ അസറ്റ് ക്വാളിറ്റി നോക്കും. നിങ്ങൾ ബാലൻസ് ഷീറ്റ് എടുക്കുന്നു, നോക്കുമ്പോൾ ഓഹോ ഇഷ്ടംപോലെ അസറ്റ്, 250 കോടിയുടെ അസറ്റ്, കടവന്തറ ജംഗ്ഷനിൽ 25 സെന്റ് സ്ഥലം, കണ്ണൂർ സ്ഥലം, മലപ്പുറത്ത് സ്ഥലം, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കുറെ പ്രോപ്പർട്ടീസ്, കുറെ നല്ല ബാങ്കബിൾ ആയിട്ടുള്ള അസറ്റ്സ്, എല്ലായിടത്തും നല്ല അസറ്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി കൊള്ളാം, ഈ കമ്പനിയിൽ 50 കോടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കും. പക്ഷെ മറക്കരുത്,
നിങ്ങൾ എന്ത് ചെയ്യണം? സെർച്ച് റിപ്പോർട്ട് ചെയ്യണം. എന്താ പറയുക? നമ്മൾ സെർച്ച് റിപ്പോർട്ട് ചെയ്യണം. ഒരു പ്രൊഫഷണൽസിന്റെ കൊടുത്ത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടോ കമ്പനി സെക്രട്ടറി ഫസ്റ്റ് അക്കൗണ്ട് കൊടുത്ത് നിങ്ങൾ സെർച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ഈ പറയുന്ന അസറ്റ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം ഫ്രീ ഫ്രം ചാർജ് ആണോ എന്ന് നോക്കണം. ഇതിന്റെ എല്ലാം ഉടമസ്ഥാവകാശം SBIയിലും ഫെഡറൽ ബാങ്കിലും ഇരിക്കുകയാണെങ്കിൽ നല്ല കമ്പനിയാണോ? പറയൂ. അപ്പൊ അത് നമ്മൾ അസറ്റ് ക്വാളിറ്റി നോക്കുമ്പോൾ ഈ അസറ്റ്സ് എൻകുംബറൻസസ് ഫ്രീ ആണോ, ചാർജ് ഫ്രീ ആണോ, ഇതിന്റെയൊക്കെ ടൈറ്റിൽ ഡീഡ് ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കണമെങ്കിൽ നിങ്ങൾ എവിടെ പോയി പരിശോധിക്കും? ഇങ്ങനെ ഒരു ചാർജ് രജിസ്റ്റർ ചെയ്യില്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയി പരിശോധിക്കും? അതാണ് ചോദ്യം. അപ്പൊ കണ്ടോ, ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും പ്രൊസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാനുമാണ് ഇങ്ങനെ കമ്പനികൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാർജുകൾ ROC രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇൻവെസ്റ്ററിന് ഇനി വളരെ എളുപ്പ പരിപാടി, MCയുടെ സൈറ്റിൽ പോയിട്ട് ഈ കമ്പനിയുടെ രജിസ്റ്റർ ഓഫ് ചാർജ് നോക്കിയാൽ മതി. ഇൻഡെക്സ് ഓഫ് ചാർജ് നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും. അപ്പോഴാണ് ഇയാൾ അന്തം പെടുന്നത്. എന്റെ പൊന്നു, ഈ 200 കോടി അസറ്റ്സും പല 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 സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചാർജ് ക്രിയേറ്റ് ചെയ്ത് ലോൺ എടുത്താണ് ഈ കമ്പനി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 4 കാലത്ത് ഈ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ബാങ്ക് കൊണ്ടുപോകും, ഓപ്ഷൻ ചെയ്ത് റിസീവറിന് വെച്ച് കൊണ്ടുപോകും. മറക്കരുത്. അപ്പൊ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി, ഇൻവെസ്റ്ററിന് വേണ്ടി ഇങ്ങനെ ചാർജ് ക്രിയേഷൻ സെറ്റപ്പ് ചെയ്തു വെച്ചില്ലെങ്കിൽ ദ ഫ്യൂച്ചർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് വിൽ ബി ഇൻ ഡാർക്ക്. അവർ അറിഞ്ഞുകൂടാതെ ഒരു സൈഡ് ബാലൻസ് ഷീറ്റ് മാത്രം നോക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെയാണ് അറിയുന്നത് ഈ കമ്പനിയുടെ പ്രോപ്പർട്ടീസ് എല്ലാം ബാങ്കുകളിൽ പണയം വെച്ചിരിക്കുകയാണ്, റെഡ്ജിന് ചെയ്തിരിക്കുകയാണ്, മോർഗേജ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു കാലത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയുന്നു, ഇൻകം കുറയുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുമ്പോൾ പ്രോഫിറ്റ് കുറയുന്നു. പിന്നെ നോക്കുമ്പോൾ ലോണ് പോലും തിരിച്ചടയ്ക്കാൻ പറ്റാതിരിക്കുന്നു. ലാസ്റ്റ് അസറ്റ് വിറ്റ് കാശാക്കാന്ന് വെച്ചാലോ, അതെങ്ങനെ അസറ്റ് വെക്കും? അസറ്റിനെല്ലാം ഉടമസ്ഥാവകാശം എവിടെ ഇരിക്കുകയാണ്? ഇപ്പോൾ ബാങ്കിൽ ഇരിക്കുകയാണ്. മൊത്തത്തിൽ ബാങ്ക്റപ്സിയിലോട്ട് പോകും, പിന്നെ IBC റൂട്ടിലോട്ടൊക്കെ പോകേണ്ടി ഈ കമ്പനി അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് കുട്ടികളെ ഇപ്പൊ പലരും ചോദിക്കും, എന്തിനാണ് ചാർജ് രജിസ്റ്റർ? നമ്മൾ മാത്രം, ഞാനും ബാങ്ക് പറഞ്ഞാൽ പോലെ നോ, പബ്ലിക് അറ്റ് ലാർജ് അറിയണം, പ്രൊസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് അറിയണം. നാളെ ഒരു കാലത്ത് ഒരു ലോൺ കൊടുക്കാൻ പോകുന്ന ബാങ്ക്, ഒരു 50 കോടി 100 കോടി ലോൺ കൊടുക്കുന്ന ബാങ്കിന് ഓൾറെഡി ഈ കമ്പനിയുടെ അസറ്റുകൾ എവിടെയൊക്കെ ചാർജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയണം. അതൊരു അവകാശമാണ്. ദാറ്റ്സ് യുവർ റൈറ്റ് ഫോർ എൻ ഇൻവെസ്റ്റർ ടു. So that is why, my dear students, there is this concept of registration of charge. നമുക്ക് നോക്കാം. രജിസ്ട്രേഷൻ പറഞ്ഞല്ലോ. അപ്പൊ എല്ലാ കമ്പനിയും ഈസ് ഡ്യൂട്ടി ബൗണ്ട് ടു രജിസ്റ്റർ ദ ചാർജ് വിത്ത് കൺസേൺഡ് ROC ഓഫീസ്. ഓൺലൈൻ ആണ്, അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് മാൻഡേറ്ററി പ്രൊവിഷൻ, ഇല്ലെങ്കിൽ പെനാൽറ്റി വരും. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അറിയേണ്ടത് എത്ര ദിവസം എന്തൊക്കെ കൊടുക്കും. സപ്പോസ് രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ, ഹൗ ടു, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ. രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഫോം ഉണ്ട്. ഫോം ഒക്കെ ഞാൻ ലാസ്റ്റിൽ ലിസ്റ്റ് ചെയ്യാം. എങ്കിൽ പോലും നമുക്ക് ലാസ്റ്റ് ആ ഫോം പറയാം. CSG1, CSG2, 3, 4, 5, 6, 7, 8 എന്ന് പറഞ്ഞാൽ 9-10 ഫോംസ് ഉണ്ട്. നമുക്ക് ലാസ്റ്റ് ഒരു വേർഡ്സ് ആക്കി പറയാം. അപ്പൊ നമുക്ക് ടൈം ലിമിറ്റും കാര്യങ്ങളാണ് പൊതുവെ എക്സാം പോയിന്റ്. ഞാൻ പറഞ്ഞത് ക്രാഷ് ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള എക്സാമിന് നെർവാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ആ ഏരിയയിലാണ് നമ്മൾ സമയം ചെലവാക്കുന്നത്. ഒരു കാര്യം മാത്രമേ പറയട്ടെ, ചാർജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ മാൻഡേറ്ററി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ്, അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ടുള്ള പ്രീ റിക്വസിറ്റ് ആണ് അഗ്രിമെന്റ് ക്രിയേറ്റിംഗ് ദ ചാർജ്, ഓർ വിച്ച് കോൾഡ് ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റിംഗ് ദ ചാർജ്. ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റിംഗ് ചാർജ് തന്നെ ഹൈപ്പോത്തിക്ഷൻ ഡീഡ് ആവാം, ലോൺ അഗ്രിമെന്റ് ഉണ്ട്. ഇതുപോലെ നമ്മൾ ബാങ്കും നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടി ഉണ്ട് അല്ലെ, ലോൺ അഗ്രിമെന്റ്. വസ്തുക്കളുടെ ടൈറ്റിൽ ഡീഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹൈപ്പോത്തിക്കേഷൻ ഡീഡുണ്ട്. ഇതിന്റെ എന്റെ അസറ്റ്സിന്റെ ടൈറ്റിൽ ഡീഡ് നിങ്ങളെ ബാങ്കിന്റെ പേരിൽ എഴുതി തരുന്നു എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തി. ഈ ഡീഡിനെയാണ് നമ്മളിവിടെ ഇൻസ്ട്രുമെന്റ് ഓഫ് ചാർജ്. ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് ചാർജിന്റെ കോപ്പി സ്കാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ചാർജ് രജിസ്റ്റർ ചെയ്യാൻ. ബിക്കോസ് ROC must want to know that what are the terms and conditions of this loan. What is the repayment schedule? What is the interest rate charge? What are the assets specific? Asset എന്ന് പറയുമ്പോൾ ചുമ്മാ പറഞ്ഞ എത്ര സെന്റ്, എവിടെയാണ്, സ്ക്വയർ ഫീറ്റ്, അതിന്റെ സ്പേസ്, അതിന്റെ മാപ്പ്, അതിന്റെ എന്താണ് ആംഗുലർ, ഇംഗുലർ, എല്ലാ ഡീറ്റെയിൽസും ROCക്ക് അറിയണം. അതുകൊണ്ട് ഈ ഡോക്യുമെന്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്താണ് നമ്മൾ സാധാരണ ചാർജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനാണ് നിങ്ങളിവിടെ ഇൻസ്ട്രുമെന്റ് ഓഫ് ചാർജ് നമ്മളിവിടെ ആയിട്ട് വായിക്കും. ഓക്കെ, അപ്പൊ അതേ ഉള്ളൂ. കമ്പനിയുടെ സ്വാഭാവികമായിട്ട് ചാർജ് ഡോക്യുമെന്റിൽ, ആ ഇൻസ്ട്രുമെന്റിൽ, ആ ലോൺ അഗ്രിമെന്റിൽ കമ്പനിയുടെ കോമൺ സീൽ ഓപ്ഷൻ ആണെങ്കിൽ കാണും, എങ്കിൽ 2 ഡയറക്ടർമാർ ഒപ്പിട്ടിട്ടുണ്ടായിരിക്കും, സെക്രട്ടറി ഉണ്ടെങ്കിൽ സെക്രട്ടറി ഒപ്പിട്ട്. അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓഡിറ്റ് ആംഗിളിൽ നമ്മൾ പരിശോധിച്ച് നോക്കണം. അപ്പൊ അങ്ങനെ ഡ്യൂലി എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അഗ്രിമെന്റ് വേണം നിങ്ങൾ ROC എന്ത് ചെയ്യാനായിട്ട്, ഫയൽ ചെയ്യാനായിട്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഇത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, പ്രോപ്പർട്ടി വെളിയിലാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പൊതുവെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യ ലോയിൽ തന്നെ പറയുന്നത്, സെക്ഷൻ 77 പറയുന്നത്, എനി ചാർജ് ക്രിയേറ്റ് ഓൺ പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ഓർ എനി ചാർജ് ക്രിയേറ്റ് ഓൺ പ്രോപ്പർട്ടി ഔട്ട്സൈഡ് ഇന്ത്യ യൂസ് ടു ബി രജിസ്റ്റേർഡ്. അപ്പോൾ ആ അഗ്രിമെന്റ് ഇന്ത്യയിൽ സ്വാഭാവികമായിട്ട് ഒപ്പിട്ട് കഴിയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ വരും അല്ലെ, ആ അഗ്രിമെന്റ് ഇങ്ങോട്ട് വന്ന് ഈ 30% നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചാർജ് വെളിത്തെ പ്രോപ്പർട്ടിയിൽ ക്രിയേറ്റ് ചെയ്താലും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നത് മാൻഡേറ്ററി ആണ്. ഓക്കെ, അതൊക്കെ ഒന്ന് വായിച്ചോളൂ. ഏരിയയൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞൊരു നമുക്ക് ഒരിക്കലും ഓരോ ലൈൻ ബൈ ലൈൻ നമുക്കൊരു ഡീറ്റെയിൽഡ് വെർഷൻ ക്ലാസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ഓവറോളെ പറയാൻ പറ്റും. നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലോ നിങ്ങൾ വായിക്കുന്ന പ്രൈവറ്റ് മെറ്റീരിയലോ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്ലാസ് കേട്ടതിന് ശേഷം
ഒരു 2-3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ തറവും. ഓക്കെ, ഫോം നമുക്ക് ലാസ്റ്റ് പറയാം. ഈ ടൈം ലിമിറ്റ് ആണ് ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പേടിയും അല്ലെങ്കിൽ ഡൗട്ടും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിന്റ് ഓഫ് വ്യൂ എക്സാം ചോദിക്കും അല്ലേ. അപ്പൊ ടൈം ലിമിറ്റ് പഠിക്കുമ്പോൾ ചാർജ് എത്ര ദിവസത്തിനകത്ത് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ടൈം ലിമിറ്റ് പഠിക്കുമ്പോൾ ആദ്യം മറക്കാതിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഈ ഒരു അമെൻമെന്റ് ആണ്. ഈ അമെൻമെന്റ് ആണ് നമ്മളെ കാര്യങ്ങൾ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. കമ്പനീസ് അമെൻമെന്റ് സെക്കൻഡ് ഓർഡിനൻസ് 2019 3 വർഷമായി എങ്കിലും with retrospective WREF with retrospective effect from 02/11/2018. ഈ ഡേറ്റ് മറക്കുന്നത് 2 നവംബർ 2018. കാരണം ഈ ഡേറ്റിൽ ഒരു അമെൻമെന്റ് ഉണ്ട്. അമെൻമെന്റ് എന്ന് വെച്ചാൽ ഫോം ഫയൽ ചെയ്യുന്ന ഒരു കുറെ പീരീഡിലൊക്കെ കുറിച്ച് ചേഞ്ച് വന്നു, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഡേറ്റ് മുമ്പും പിമ്പും അങ്ങനെയാണ് നമ്മളിത് പഠിക്കുന്നത്. ബിക്കോസ് ചാർജ് ക്രിയേഷന്റെ മോഡിഫിക്കേഷന്റെയും സാറ്റിസ്ഫാക്ഷന്റെ ഒക്കെ ടൈം ലിമിറ്റ്സ് പറയുമ്പോൾ നമ്മൾ പൊതുവെ പഠിക്കേണ്ടത് 2 പാർട്ടായിട്ടാണ്. ഒന്ന്, ഈ ചാർജ് ക്രിയേറ്റ് ചെയ്ത് ഈ ഡേറ്റിന് മുമ്പാണോ, അതായത് കമ്പനി അമെൻമെന്റ് സെക്കൻഡ് ഓർഡിനൻസ് 2019 വരുന്ന മുമ്പാണോ ശേഷമാണോ ഡിപ്പെൻഡ്. അപ്പൊ 2 സിനാരിയോയിലാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് നോക്കാം, ആ ചാർട്ട് ഉണ്ട്, അതിൽ തന്നെ നമുക്ക് നോക്കാം അല്ലേ. യെസ്, ഇതാണ് കുട്ടികളെ എൻ്റെ ടൈം ലിമിറ്റ്. ബേസിക്കലി നല്ല കമ്പനികളാണെന്നുണ്ടെങ്കിൽ 30 ദിവസം ചാർജ് ക്രിയേറ്റ് ചെയ്ത് ലോൺ അഗ്രിമെന്റ് ഡേറ്റ് ആണ് ചാർജ് ക്രിയേഷന്റെ ഡേറ്റ്. മനസ്സിലായില്ലേ? ആ ലോൺ അഗ്രിമെന്റ് നമ്മൾ ഒപ്പിടും അല്ലേ, 2/10/2028 പറയുമ്പോൾ ആ ഡേറ്റ് ആണ്. ആ ലോൺ അഗ്രിമെന്റിൽ ഫസ്റ്റ് ലൈനിൽ തന്നെ കാണും ദിസ് ലോൺ അഗ്രിമെന്റ് എക്സിക്യൂട്ട് ഓൺ എന്നൊരു ഡേറ്റ് കാണും. ഈ ഡേറ്റ് ആണ് ആക്ച്വലി ചാർജ് ക്രിയേഷന്റെ ഡേറ്റ്. ഈ ഡേറ്റിൽ നിന്നാണ് നമ്മൾ എല്ലാ ഡേറ്റും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എണ്ണി തുടങ്ങേണ്ടത്. ബേസിക്കലി ഒരു പെനാൽറ്റി ഇല്ലാതെ ബൈ ഡിഫോൾട്ട് ടൈം പീരീഡ് ആണെങ്കിൽ 30 days സിമ്പിൾ പീരീഡ് അല്ലെ. 30 ദിവസത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ചാർജ് ക്രിയേറ്റ് ചെയ്താൽ ROCയിൽ രജിസ്റ്റർ ചെയ്യണം. ക്ലിയർ ആണ്? ഒരുപാട് കമ്പനീസ് ആയിട്ടുള്ള എല്ലാ ഫോംസിനും ബേസ് ഡേറ്റ് എന്ന് പറയുന്നത് 30 ആണ്. നൗ ഇത് നമ്മൾ മറക്കരുത്, ഈ സിനാരിയോ നമ്മൾ മറക്കരുത്. അമെൻമെന്റ് വരുന്നതിന് മുമ്പാണ്, 02/11/2018 മുമ്പുള്ള സിനാരിയോ ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്, മറക്കരുത്. ഇതിന് ശേഷം വേറെ, ഇതിന് മുമ്പ് വേറെ. അതാണെന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് 30 days. 30 ദിവസത്തിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പ്രാക്ടിക്കലി പറ്റിയില്ലെങ്കിൽ യു വിൽ ഗെറ്റ് 300 days മോർ വിത്ത് അഡീഷണൽ ഫീ. 330 ദിവസം അല്ലെ മൊത്തം. 30 പറ്റിയില്ലെങ്കിൽ, ഇത് പഴയ ലോ ആണ്, 2018-11 മുമ്പുള്ളതാണ്, മറക്കരുത്. പഴയ ലോ ആണ് പറയുന്നത്, മറക്കരുത്. ബിഫോർ ദ ഓർഡിനൻസ് യു ഗെറ്റ് 300 days, ബട്ട് യു ഹാവ് ടു പേ അഡീഷണൽ ഫീ. ദാറ്റ് വിൽ എമൗണ്ട് ടു 10 times. അതൊക്കെ പിന്നെ പ്രാക്ടിക്കൽ വർഷം. ഇനി 300 ദിവസത്തിനകത്തും കൂടെ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. അതായത് ചാർജ് ക്രിയേറ്റ് ചെയ്ത് 330 ദിവസമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഫയൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പിന്നെ ഈ ഡേറ്റിൽ നിന്നും, കാരണം അവിടെ ലോ ചേഞ്ച് ആയി, ഈ ഡേറ്റിൽ നിന്നും 6 മാസത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ വയലേഷൻ വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ ലോ ഷിഫ്റ്റ് ആയത് 2/11/2018 മുമ്പ് രജിസ്റ്റർ, പണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് 30 ദിവസം ബൈ ഡിഫോൾട്ട്, എക്സ്റ്റൻഷൻ 300 days. പക്ഷേ ഇതിലും ആ 300 daysലും നിങ്ങൾക്ക് പറ്റിയില്ല. അതിനിടയിൽ ഏത് ഡേറ്റ് വന്നു, ഈ 2/11/2018 ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇനി അവിടെ മുതൽ ലാസ്റ്റ് ചാൻസ്, അവിടെ മുതൽ 6 മാസം കൂടെ തരും രജിസ്റ്റർ ചെയ്യാൻ. അത് അഡീഷണൽ ഫീ വെച്ചിട്ടാണ്, ഇല്ലെങ്കിൽ അത് വയലേഷനിലോട്ട് പോകും, പിന്നെ പ്രോസിക്യൂഷനിലോട്ട്. അപ്പൊ മനസ്സിലായി. അപ്പൊ പഴയ ലോ എങ്ങനെയാണ്, 30/300. അതിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ അതിനിടയിൽ 02/11/2018 ഒരു ഡേറ്റ് വന്നു, അമെൻമെന്റ് ഡേറ്റ് വന്നു പോയാൽ ഇനി പഴയതെല്ലാം മറന്നേക്ക് മാക്സിമം നിങ്ങൾക്ക് സമയം തരും, 6 മാസം സമയം തരും. 6 മാസം കഴിഞ്ഞു കേട്ടോ, അതുകൊണ്ട് ഇതിന് ചർച്ച ചെയ്ത് കാര്യമില്ല അല്ലേ. കാരണം 2/11/2018 പ്ലസ് 6 മാസം എന്നുള്ളത് കഴിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് കുട്ടികളെ ഈ ലോ ഇനി പഠിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് ബൈ അങ്ങനെ ഡേറ്റ് ഇല്ലല്ലോ ഇനി അല്ലേ. 2018 11 മാസത്തിന് 6 കൂട്ടുമ്പോൾ തന്നെ 2019 കൂടി അത് തീരുമല്ലോ. അതുകൊണ്ട് പ്രാക്ടിക്കലി അതിൽ ചർച്ച ചെയ്യുന്ന റിലവൻസ് ഇല്ല. പക്ഷെ ലോ പറഞ്ഞതേ ഉള്ളൂ 30 days, 300 days. ബട്ട് ഇൻ ബിറ്റ്വീൻ അമെൻമെന്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഡേറ്റ് എത്തിപ്പോയെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വരുന്നില്ല, അവിടെ നിന്ന് 6 മാസം, അതോടുകൂടി കഥ കഴിഞ്ഞു. ഇല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കിട്ടും. പ്രാക്ടിക്കലി ഇതിൽ വലിയ റിലവൻസ് ഇല്ല പ്രാക്ടിക്കലി. ഇനി നമുക്ക് അടുത്തത് പോവാം. ആഫ്റ്റർ, ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുന്ന സംഭവം. ഈ ഡേറ്റിന് ശേഷം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാർജ് ആണ്. ഏത് ഡേറ്റ് ആണ്? ഈ ഗോൾഡൻ ഡേറ്റ്. അപ്പൊ ഈ പരീക്ഷയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയാലോ അല്ലെ, മാത്തമാറ്റിക്കലിയൊക്കെ ചോദിക്കും, പ്രാക്ടിക്കൽസും ചോദിക്കും. അതുകൊണ്ട് ഈ ഡേറ്റ് ഉറക്കത്തിൽ മറക്കരുത്, 02/11/2018. ഈ ഡേറ്റിന് ശേഷമാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ബൈ ഡിഫോൾട്ട് 30 days. അത് എല്ലാപ്പോഴും അങ്ങനെയാണ്. ഇനി മുതൽ ഇങ്ങനെയാണ് 30 days പ്ലസ് ഇഫ് നോട്ട് രജിസ്റ്റേർഡ് 30 days ആണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് നെക്സ്റ്റ് 30 days. അപ്പൊ മൊത്തം എത്രയായി? 60ആയി. ഇവിടെ അഡീഷണൽ ഫീ ആണ്. അപ്പോൾ 30, അവിടെ പണ്ട് 300 ആയിരുന്നു പ്ലസ്, അത് മാറ്റി ഇപ്പോൾ 30 പ്ലസ് അഗെയിൻ 30, ഇപ്പൊ 60 ദിവസം. പക്ഷെ രണ്ടാമത്തെ 30 ദിവസം കിട്ടണമെങ്കിൽ അഡീഷണൽ ഫീ കൊടുക്കണം അല്ലേ. അപ്പൊ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഈ അമെൻമെന്റിന് ശേഷം 300 ഒരു ഡേറ്റ് ഇല്ല, അത് മറന്നേക്കൂ. ഇനി 30 പ്ലസ് 30 ഈ ഫോർമാറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഈ 30 ദിവസവും കൂടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇഫ് നോട്ട് രജിസ്റ്റേർഡ് നെക്സ്റ്റ് 30 days
പിന്നെ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നത് എത്രയേ കിട്ടത്തുള്ളൂ, ഒരു 60 ദിവസം കൂടി കിട്ടത്തുള്ളൂ. പക്ഷെ അവിടെ ഫീസ് വന്നിട്ട് അഡ്വലറം ഫീ ആയിട്ട് മാറും. അഡ്വലറം ഫീ എന്ന് വെച്ചാൽ എന്താണ് ലോണിന്റെ, അതായത് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ എമൗണ്ടിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഫീസ് കൊടുക്കുന്നത്. അത് വലിയ എമൗണ്ടോ, 2.5 കോടിയാണെങ്കിൽ ഇത്ര രൂപ, 3 കോടിയാണെങ്കിൽ ഇത്ര രൂപ ഫീസ്, അങ്ങനെ എത്രത്തോളം വാല്യൂ കൂടുന്നു അത്രത്തോളം ഫീസും കൂടിക്കൊണ്ടിരിക്കും. അതിനൊരു ഷെഡ്യൂൾ ഉണ്ട്, അത് നോക്കിയാൽ. അപ്പോൾ മനസ്സിലായാലും അപ്പോൾ പുതിയ ഫോർമാറ്റിൽ നിങ്ങളൊക്കെ ഇപ്പോൾ 2021-22 ഇരിക്കുന്ന എല്ലാ കുട്ടികളെ സംബന്ധിച്ചോളം ഈ നിങ്ങളെ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനിയിലെല്ലാം ഇനി ഇതായിരിക്കില്ലോ. കാരണം എല്ലാം 2018 ശേഷമാണല്ലോ. അപ്പോൾ എത്രയാണ് 30+30, ആദ്യം 30 നോർമൽ ഫീ, നെക്സ്റ്റ് 30 അഡീഷണൽ ഫീ. ഇനി മുതൽ ഇപ്പൊ 60 കഴിഞ്ഞു അല്ലെ, 30 കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് മാക്സിമം കിട്ടാവുന്ന ഒരു 60 ഡേയ്സേ ഉള്ളൂ. 60 ഡേയ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ആ 60 ദിവസത്തിനകത്ത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഇത് പിന്നെ പ്രോസിക്യൂഷനിലോട്ട് പോകും. പക്ഷേ ഈ 60 ദിവസം, രണ്ടാമത് തരുന്ന ഈ 60 ദിവസം എന്ന് പറയുന്നത് ഭയങ്കര വില കൂടിയതാണ്. കാരണം അഡ്വലറം ഫീസിനെ ബേസ് ചെയ്ത്, അഡ്വലറം എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം എന്താ, ഓൺ ദ ബേസിസ് ഓഫ് വാല്യൂ. അതാണ് ഒരു ലാറ്റിൻ ടേം അഡ്വലറം, ഓൺ ദ ബേസിസ് ഓഫ് വാല്യൂ. എത്രത്തോളം ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന അതിന്റെ എമൗണ്ടിനെ ബേസ് ചെയ്ത് അഡീഷണൽ ഫീ വരും. അതിനർത്ഥം ഭീമമായ പെനാൽറ്റി, അത് ഫീസ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പരമാവധി ആദ്യം 30 ദിവസം കൊണ്ട് തീർക്കുക നോർമൽ ഫീ. അല്ലെങ്കിൽ പോട്ടെ, അതിന്റെ അടുത്ത 30 ദിവസം തീർക്കുക, അഡീഷണൽ ഫീ കൊടുത്താൽ മതി. പക്ഷെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 60 ദിവസം കൂടെ ഉണ്ട്. പക്ഷെ 60 ദിവസത്തിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. യു ഹാവ് ടു പേ മോർ ഫീ ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് യുവർ ചാർജ് എമൗണ്ട്. ക്ലിയർ ആയാലോ? മൊത്തത്തിൽ കൂട്ടി പറഞ്ഞാൽ 120 ദിവസം എന്ന് പറഞ്ഞാൽ പറയല്ലേ, 30 + 30 + 60, 30, 60 കൂടി 120. അപ്പൊ കണ്ടോ 300 എന്നുള്ള ഹോൾ കൺസെപ്റ്റ് ഇപ്പോൾ പോയി. ഇൻ ടോട്ടോ മാക്സിമം അവൈലബിൾ ലിമിറ്റ് ഈസ് 120 days divided to 30 days normal fee, another 30 days additional fee, another 60 days fee on the base of value, that is called ad valorem fee. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ അതിന് എക്സ്റ്റൻഷൻ കൊടുക്കണം. ഈ 60 ദിവസം ചുമ്മാ കിട്ടത്തില്ല. അപ്പൊ അതിന് നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഫോം ഫയൽ ചെയ്യേണ്ടി വരും. അഡീഷണൽ ഡേറ്റ് കിട്ടാനായിട്ട്, എക്സ്റ്റൻഷൻ കിട്ടാനായിട്ട് യു ഹാവ് ടു ഫയൽ ഫോം വിത്ത് ദ രജിസ്റ്റർ ഓഫ് കമ്പനീസ്. അതിന് ആ ഫോം ഫയൽ ചെയ്യുമ്പോഴാണ് ഈ ഫീസ് കൊടുക്കേണ്ടത്. മനസ്സിലായി? അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പൊ അത് മതി. ഫോംസ് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇനി ചാർജ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് പോലെ തന്നെ പുതിയ കമ്പനി ആക്ടിൽ എപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്താലും, രജിസ്റ്റർ ചെയ്താലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ചാർജ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ മോഡിഫിക്കേഷൻ പിന്നെ വരാം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് ഒരു ഓൺലൈനായിട്ട് തന്നെ മെയിൽ തിരിച്ചു വരും. എല്ലാം ഓൺലൈനായിട്ട് ഇപ്പോൾ കിട്ടും. പഴയതുപോലെ രജിസ്റ്റർ പോസ്റ്റും വരത്തില്ല. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു മെയിൽ വരും. നിങ്ങൾ ചാർജ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളൊരു ഫോം വരും. ഒരു ഫോർമാറ്റിൽ വരും. ആ ഫോർമാറ്റ് ഏതാണെന്ന് നോക്കാം. സോ യു വിൽ ഗെറ്റ് എ വാലിഡ് രജിസ്ട്രേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ചാർജ്. പ്രൊസീജിയറാണ്. കമ്മിങ് ടു ചോദ്യം ഇതാണ്. ഇപ്പൊ നിങ്ങളെ മനസ്സിലിരിക്കുന്നു, സാറ് കുറെ നേരം കൊണ്ട് പറഞ്ഞു ചാർജ് രജിസ്റ്റർ ചെയ്യണം, ഭയങ്കര ടൈം ലിമിറ്റ്. ചാർജ് രജിസ്റ്റർ ചെയ്യില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന് പെനാൽറ്റി വരും, അത് വേറെ കാര്യം. പക്ഷെ അതിന്റെ കോൺസിക്വൻസ് എന്ന് വെച്ചാൽ അൺരജിസ്റ്റേർഡ് ചാർജ് ഈസ് നോട്ട് ഗുഡ് ഇൻ ലോ എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് അൺരജിസ്റ്റേർഡ് ചാർജ് ഈസ് നോട്ട് ഗുഡ് ഇൻ ലോ? പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, അൺരജിസ്റ്റേർഡ് ചാർജ് ഹോൾഡർ വിൽ ഗെറ്റ് പ്രിഫറൻസ് ഓവർ, തിരിച്ചു പറയാം, എ രജിസ്റ്റേർഡ് ചാർജ് ഹോൾഡർ will get preference over an unregistered charge holder. എന്താണ്? സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയാം. നമുക്ക് 2 ലോൺ ഉണ്ടെന്ന് വിചാരിക്കാം. മനസ്സിലായി? ഞാൻ എഴുതി നോക്കാം. കാരണം അത് ഈ പെണ്ണുകൊണ്ട് എഴുതുമ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് വരുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ എഴുതി നോക്കാം. ഇവിടെ എഴുതി നോക്കാം. ഓക്കെ. അതായത് അൺരജിസ്റ്റേർഡ് എന്താണ് കോൺസിക്വൻസ് നോക്കുക. ഇതിന്റെ ഏറ്റവും വലിയൊരു കോൺസിക്വൻസ് നോക്കാം. കോൺസിക്വൻസ് അസ്യൂം ദാറ്റ് there are 2 ലോൺ, 2 ലോൺ ഉണ്ടെന്ന് വയ്ക്കുക. One is from SBI, one is from ICICI. എക്സാമ്പിളിന് വേണ്ടി മാത്രം പറയാണ് കേട്ടോ. SBI നിന്നും നിങ്ങൾ 5 കോടി ഒരു കമ്പനി ലോൺ എടുത്തു. ഇവിടെ നിന്നും ഒരു 10 കോടി രൂപ ലോൺ എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ. ഈ SBI നിന്നും ലോൺ എടുത്തത് 1 ജനുവരി 2000 ഡേറ്റ്, ചുമ്മാ ഒരു ഫണ്ട് ഡേറ്റ് ഇടാം. ഓക്കെ, 2020 ആണെന്ന് വയ്ക്കുക. എന്നാൽ ഈ ലോൺ എടുത്തത് 1 ജനുവരി 2021 എന്ന് വയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതാണ് പ്രിഫറൻസ് കിട്ടേണ്ടത് അല്ലെ? പ്രിഫറൻസ് കിട്ടേണ്ടത് എന്താണ്? കാരണം ആദ്യം ഹൂവർ ഈസ് ഫസ്റ്റ് ഇൻ ലോ ഈസ് ബെസ്റ്റ് ഇൻ ലോ. ഈ ചാർജാണ്, SBIയുടെ ചാർജാണ് ആദ്യം ക്രിയേറ്റ് ചെയ്തത്. രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ചാർജ് ICICI ബാങ്കിന്റെ ലോണാണ്. ഇത് തമ്മിൽ 1 വർഷത്തെ വ്യത്യാസമുണ്ട്. പക്ഷേ കുട്ടികളെ ശ്രദ്ധിക്കണം, ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്തില്ല. ഇത് അൺരജിസ്റ്റേർഡ് ചാർജാണ്. ഇത് നമ്മൾ എന്ത് ചെയ്തു? രജിസ്റ്റേർഡ് ചാർജാണ്. കമ്പനി നാളൊരു കാലത്ത് വൈൻഡിങ് അപ്പിന് പോയി, അല്ലെങ്കിൽ ലിക്വിഡേഷൻ സ്റ്റേജിലെത്തി, അല്ലെങ്കിൽ ബാങ്ക്രപ്റ്റി ആയിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സ്വാഭാവിക ഡിസ്പ്യൂട്ട് ഉണ്ടാവും, കേസ് ഉണ്ടാവും. ഈ 2 ലോണിന് ഏതിനാണ് പ്രിഫറൻസ് കിട്ടും ഇൻ ദ ഐസ് ഓഫ് ലോ? ആദ്യം ലോൺ കൊടുത്തതാരാ? പറയൂ, ആദ്യം ലോൺ കൊടുത്തതാരാണ്? ആദ്യം ലോൺ കൊടുത്തത് SBI ആണ്. 1 വർഷം മുമ്പേ ലോൺ കൊടുത്തിട്ടുണ്ട്, SBI ആണ്. ആദ്യം ലോൺ കൊടുത്തത് SBI ആണ്. രണ്ടാമതാണ് ICICI ബാങ്ക് ലോൺ കൊടുത്തത്. പക്ഷേ SBIയുടെ ലോൺ എന്ത് സംഭവിച്ചു? SBIയുടെ ലോൺ
അൺരജിസ്റ്റേർഡ് ആണ്. SBIയുടെ ലോണ് എന്താണ്? അൺരജിസ്റ്റേർഡ് ആണ്. ഒരു വർഷം കഴിഞ്ഞ് കൊടുത്ത ICICI ലോണിന്റെ പ്രത്യേകതയോ അത് ROCയിൽ നമ്മൾ എന്ത് ചെയ്തു? പ്രോപ്പറായിട്ട് CSG ഓണിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു. Now the question is who will get preference in law? നിയമത്തിന്റെ മുമ്പിൽ ഈ രണ്ട് ലോണും തിരിച്ചടക്കിയതിൽ ആർക്ക് പ്രിഫറൻസ് കിട്ടും? ആദ്യം ആരാണ് ക്രിയേറ്റ് ചെയ്തത്? SBI. സാറിയിൽ അങ്ങനെയാണല്ലേ, ആദ്യം ആര് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് പ്രിഫറൻസ് കിട്ടും. പക്ഷെ ഈ കേസിൽ ആർക്ക് പ്രിഫറൻസ് കിട്ടത്തുള്ളൂ? ICICI ബാങ്കിന് പ്രിഫറൻസ് കിട്ടത്തുള്ളൂ. ബിക്കോസ് വൈ ദിസ് ഈസ് ആൻ രജിസ്റ്റേർഡ് ചാർജ്. ഇപ്പൊ മനസ്സിലായല്ലേ? രണ്ടാമത് കൊടുത്ത ലോൺ ആണെങ്കിൽ പോലും, ഒരു വർഷം കഴിഞ്ഞ് കൊടുത്ത ലോൺ ആണെങ്കിൽ പോലും ICICI ബാങ്കിനാണ് ഈ പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതൽ. കാരണം ദിസ് ചാർജ് ഈസ് അൺരജിസ്റ്റേർഡ്, ബട്ട് ദ ഫസ്റ്റ് ചാർജ് വിച്ച് ഇസ് ക്രിയേറ്റഡ് ബൈ SBI, മാറിപ്പോരുത്, ICICI ബാങ്ക് കൊടുത്തത് രജിസ്റ്റേർഡ് ചാർജ് ആണ്. അതുകൊണ്ട് ICICI ബാങ്ക് കൊടുത്ത ലോണിനാണ് തിരിച്ചു കിട്ടാനുള്ള പ്രിഫറൻസ് കൂടുതൽ. ഈവൻ ദോ സെക്കൻഡ് ക്രിയേറ്റ് ചെയ്ത ചാർജ് ആണ്, ഒരു വർഷം കഴിഞ്ഞ് ക്രിയേറ്റ് ചെയ്ത ചാർജ് ആണെങ്കിൽ പോലും ഈ കമ്പനിയുടെ അസറ്റ്സ് വിറ്റ് കാശാക്കുമ്പോൾ ആദ്യം ഇതിന് തിരിച്ചടവ് കിട്ടുന്നത് ICICI ബാങ്കിനായി. ബിക്കോസ് ICICI ബാങ്ക് ഈവൻ ദോ ഇസ് ക്രിയേറ്റഡ് ആഫ്റ്റർ 1 year, ബട്ട് ഇറ്റ് ഇസ് എ രജിസ്റ്റേർഡ് ചാർജ്. ദാറ്റ് ഈസ് ഗുഡ് ഇൻ ദ ഐസ് ഓഫ് ലോ. പണ്ട് ക്രിയേറ്റ് ചെയ്ത് ആദ്യം പ്രിഫറൻസ് കിട്ടേണ്ടിയിരുന്ന SBIയുടെ ചാർജ് അൺരജിസ്റ്റേർഡ് ആയി പോയിട്ട് അതിന് നിയമത്തിന് മുമ്പിൽ അതിനുള്ള സ്കോപ്പ് കുറവാണ്. ഒറ്റ ഇനി പറഞ്ഞാൽ വീണ്ടും പറയാം, പഞ്ച് ലൈൻ, അൺരജിസ്റ്റേർഡ് ചാർജ് ഹോൾഡർ will get less preference in the eyes of law over a registered charge holder. തല ഉത്തരം പറഞ്ഞാൽ a registered charge holder will get preference over an unregistered charge holder. പ്രിഫറൻസ് പൈസ ഒരു കമ്പനി ലിക്വിഡേഷനിൽ പോകുമ്പോൾ മൊത്തത്തിൽ പ്രിഫറൻസിന്റെ കളിയാണ്, ആരാദ്യം എന്നാലേ പൈസ തിരിച്ചു കിട്ടത്തുള്ളൂ അല്ലേ. അപ്പൊ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതിന്റെ മെയിൻ കോൺസിക്വൻസ് ഇതാണ്. ലിക്വിഡേഷൻ സമയത്താണ് ഇതിന്റെ കോൺസിക്വൻസ് വരുന്നത്. രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടും. നാളൊരു കാലത്ത് നീ രജിസ്റ്റർ ചെയ്യാതെ നാളൊരു കാലത്ത് ഒരു രജിസ്റ്റർ ചെയ്തൊരു ചാർജ് ഹോൾഡർ ഉണ്ടെങ്കിൽ അയാൾക്കായിരിക്കും ചിലപ്പോൾ നിങ്ങളെക്കാട്ട് പ്രിഫറൻസ് കിട്ടുന്നത്. അതുകൊണ്ട് എന്താണ്, സോ വീണ്ടും പഞ്ച് ലൈൻ പറയാം, എ രജിസ്റ്റേർഡ് ചാർജ് ഹോൾഡർ വിൽ ഗെറ്റ് പ്രിഫറൻസ് ഓവർ ആൻ അൺരജിസ്റ്റേർഡ് ചാർജ് ഹോൾഡർ, എസ്പെഷ്യലി വെൻ ദ കമ്പനി ഈസ് ഇൻ ലിക്വിഡേഷൻ സ്റ്റേജ്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു. കോൺസിക്വൻസിലെ മെയിൻ കോൺസിക്വൻസ് ഇതാണ്. പിന്നെ പെനാൽറ്റി വരും. എല്ലാവരും പറയുന്നത് രജിസ്റ്റർ സമയത്ത് ഈ പറഞ്ഞ 30+30+60 ഫോർമാറ്റിൽ രജിസ്റ്റർ ചെയ്യില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോവായിട്ട് പ്രോസിക്യൂഷൻ ആവും. പിന്നെ അതിനുള്ള പെനാൽറ്റി, ഹ്യൂജ് പെനാൽറ്റി. കമ്പനി മാത്രമല്ല, കമ്പനി ഡയറക്ടേഴ്സും ഈ സെക്രട്ടറിക്കൊക്കെ അതിന്റെ പ്രോസിക്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ അത് മതി. ഫോം നമുക്ക് ലാസ്റ്റ് നോക്കാം. എക്സാമ്പിൾ ഒക്കെ ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ബൈ ചാർജ് ഹോൾഡർ, സെക്ഷൻ 78. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. സാധാരണയിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ചാർജ് ക്രിയേറ്റ് ചെയ്യേണ്ട പ്രൈമ ഫസി റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? Who should create a charge? Obviously the company. കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ് അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് കമ്പനിയാണ് ചാർജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ബട്ട് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബാങ്കിനെ സംബന്ധിച്ചോളം ഈ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പൈസ പോകുന്ന ബാങ്കിന്റെ അല്ലേ. നിങ്ങൾ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്യില്ലെങ്കിൽ പാവം ബാങ്കിന്റെ പൈസ പോകും. കാരണം നാളെ കാലത്ത് കമ്പനി ലിക്വിഡേഷൻ പോയാൽ നാളെ കാലത്ത് കോടതിയിൽ പോയി ബാങ്കിന് അത് വസൂലിക്കാൻ പറ്റില്ല, കാരണം അൺരജിസ്റ്റേർഡ് ആയിപ്പോ. അതുകൊണ്ട് ഫസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി കമ്പനിയാണ് ചെയ്യേണ്ടത്. ബൈ ഡിഫോൾട്ട് 30 ഡേയ്സിനകത്ത് കമ്പനി ഈ ചാർജ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ വേണമെങ്കിൽ, ഓപ്ഷനാണ്, വേണമെങ്കിൽ ചാർജ് ഹോൾഡർ, അതായത് ബാങ്കിന് വേണമെന്നുണ്ടെങ്കിലും ചാർജ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ മറക്കരുത്, രണ്ടുപേരും സൈൻ ചെയ്യേണ്ടി വരും അല്ലെ. എപ്പോഴും ചാർജ് ഫോമിൽ രണ്ടുപേരും സൈൻ ചെയ്യണം. എയും സൈൻ ചെയ്യണം, ബിയും സൈൻ ചെയ്യണം, ലെൻഡറും സൈൻ ചെയ്യണം, ബോറോവറും സൈൻ ചെയ്യണം, കമ്പനിയും സൈൻ ചെയ്യണം, ബാങ്കും സൈൻ ചെയ്യണം. പക്ഷെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതിന്റെ സ്റ്റെപ്സ് ആരെടുക്കും? കമ്പനി വോളണ്ടറി ആയിട്ട് 30 ദിവസത്തിനകത്ത് ചാർജ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്തില്ലെങ്കിൽ ദ ലോ ഗീവ്സ് ദ റൈറ്റ് ടു ദ ചാർജ് ഹോൾഡർ ടു ക്രിയേറ്റ് എ ചാർജ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. 78 അങ്ങനെ ഒരു പരാമർശമുണ്ട്. പൊതുവെ അങ്ങനെ നടക്കാറില്ല, നമ്മൾ സമയബന്ധിതമായിട്ട് തന്നെ. കാരണം ബാങ്ക് എന്നുള്ള നമ്മുടെ ശത്രു ഒന്നുമല്ല അല്ലേ. നമ്മളെ കൂടെ എത്രയോ വർഷം ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നതായിട്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ബോത്ത് പാർട്ടീസ് വി വിൽ ക്രിയേറ്റ് എ ചാർജ് ആൻഡ് രജിസ്റ്റർ എ ചാർജ്. അപ്പൊ അത് മതി. ഇനി നമുക്ക് മോഡിഫിക്കേഷനിൽ പോവാം. 79. എന്താണ് മോഡിഫിക്കേഷൻ? പൊതുവെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ മോഡിഫിക്കേഷൻ ഓഫ് ചാർജ് എന്ന് വെച്ചാൽ. എന്താണ്? ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് ചാർജ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ആ ചാർജിന്റെ പ്രയാണത്തിൽ, ആ കമ്പനിയുടെ പ്രയാണത്തിൽ ഈ പറയുന്ന ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാർജിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ, മേജർ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മാറ്റങ്ങൾ വരുത്തുന്നു, മേജർ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുത്തുന്നു, EMI ഷെഡ്യൂൾ റീഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നു. ടു കൺക്ലൂഡ്, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാർജ് ഡോക്യുമെന്റിൽ, ചാർജ് ലോൺ അഗ്രിമെന്റിൽ, ആ ലോൺ അഗ്രിമെന്റിൽ അല്ലെങ്കിൽ ഹൈപ്പോസിഷൻ ഡീഡിൽ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റത്തിനാണ് കുട്ടികളെ നമ്മൾ മോഡിഫിക്കേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ചാർജ് രജിസ്റ്റർ ചെയ്തതുപോലെ തന്നെ ഈ മോഡിഫിക്കേഷനെ നിങ്ങൾ രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്യണം.
നോർമലായിട്ടുള്ള ചേഞ്ച് ഒന്നും വേണ്ട കേട്ടോ. ബാങ്ക് റേറ്റ് മാറുന്നതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് മാറും. നിങ്ങൾ 7% ലോൺ എടുത്തത്, ബാങ്ക് റേറ്റ് അല്ലെ റിപ്പോ റേറ്റ് ഒക്കെ മാറുമ്പോൾ ചിലപ്പോൾ 6.25 ആവും. അതൊന്നും കുഴപ്പമില്ല. മേജറായിട്ട് നേരെ പ്രതി നീയും നിന്റെ ബാങ്കും കൂടെ ചേർന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ഇതിന് 8% പലിശയാക്കാൻ തീരുമാനിച്ചാൽ then it become a modification. മനസ്സിലായില്ലേ? വേറൊരു സാഹചര്യം മോഡിഫിക്കേഷൻ പറയട്ടെ. 10 കോടി ലോണ്, 10 സെന്റ് സ്ഥലം, നിങ്ങൾ അതുകൊണ്ട് 6 കോടി ലോണ് തിരിച്ചടച്ചു. ഇപ്പൊ കണ്ടോ, നിങ്ങൾക്ക് ഇത്രയും പ്രോപ്പർട്ടി അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടി വേറെ പർപ്പസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയിട്ട് പറഞ്ഞാൽ അവർ കുറച്ച് പ്രോപ്പർട്ടിയെ ലീന് മാറ്റി തരും. ദിസ് ഇസ് കോൾഡ് പാർഷ്യൽ മോഡിഫിക്കേഷൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇനി 10 സെന്റ് സ്ഥലം ആവശ്യം, നിങ്ങൾ അടച്ചു തീർത്തു. നിങ്ങൾ 10 കോടി ലോൺ എടുത്തു, 6 കോടി അടച്ചു തീർത്തു, 7 കോടി അടച്ചു, 8 കോടി അടച്ചു, 9 കോടി അടച്ചു തീർത്തു. ഇനി 1 കോടി കൂടിയേ അടച്ചു തീർക്കാനുള്ളൂ. അതിന് 10 സെന്റ് സ്ഥലത്തിന് സെക്യൂരിറ്റി ആവശ്യമുണ്ടോ? അത് വേറെ ബാങ്കിൽ കൊടുത്ത് ലോൺ എടുത്തുകൂടെ, അല്ലെങ്കിൽ വേറെ പർപ്പസ് യൂസ് ചെയ്യാലോ. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പ്രോപ്പർട്ടിയെ നമ്മൾ മാറ്റി, സാറേ ഇനി 2 സെന്റ് സ്ഥലം മതിയല്ലോ, ഇനി 1 കോടിയിൽ അടയ്ക്കാനുള്ളത് പറയുമ്പോൾ ബാങ്ക് സമ്മതിക്കും. പക്ഷെ മറക്കരുത്, ഓൾറെഡി നിങ്ങൾ CSD ഓണിൽ ഫോം രജിസ്റ്റർ ചെയ്ത് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന 10 സെന്റ് സ്ഥലത്തിനാണ് അല്ലേ. അപ്പൊ കൊണ്ട് അത് മോഡിഫൈ ചെയ്യണം. അങ്ങനെ മേജർ പോർഷൻ ഓഫ് ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ, ഈ ലോൺ പാർഷ്യലി വിഡ്രോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാർഷ്യലി ഈ പ്രോപ്പർട്ടിയെ നമ്മൾ ലീനിൽ മാറ്റുന്നുണ്ടെങ്കിൽ that will also result in something called as modification of charge, and you have to register that modification with the ROC. I think you are getting my point അല്ലേ? അപ്പോൾ ഇതിൽ പൊതുവെ ചോദിക്കുന്ന ചോദ്യം വാട്ട് ആർ ദ സർക്കംസ്റ്റൻസ് ഓഫ് മോഡിഫൈ. ഒരു പ്രാക്ടിക്കൽ സംഭവം തന്നിട്ട് ചോദിക്കും ഇത് മോഡിഫിക്കേഷൻ ആണോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു യെസ് ദിസ് അമൗണ്ട്സ് ടു എ മോഡിഫിക്കേഷൻ ബിക്കോസ് ചാർജ് ഹാസ് ഓൾറെഡി ബീൻ രജിസ്റ്റർഡ്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ മോഡിഫിക്കേഷൻ കമ്പാരിറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞു ചാർജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ചാർജ് മോഡിഫൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും? സർട്ടിഫിക്കറ്റ് കിട്ടും. അതിന്റെ ഫോം ഒക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇനി ചില കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ട്, സർ മോഡിഫിക്കേഷന്റെ ടൈം പീരീഡ് പൊതുവെ പറഞ്ഞിട്ടില്ലല്ലോ. ചാർജ് ക്രിയേഷന്റെയും മോഡിഫിക്കേഷന്റെയും നേരത്തെ പറഞ്ഞ ടൈം സ്ലാബ് സെയിം ആണ്. 30 + 30 + 60. 30 നോർമൽ ഫീ, 30 നെക്സ്റ്റ് 30 അഡീഷണൽ ഫീ, നെക്സ്റ്റ് 60 അഡ് വലറബിൾ ഫീ. രണ്ടിനും ഒരേ ലോ ആണ്. ക്രിയേഷൻ ഓർ മോഡിഫിക്കേഷൻ ആണ് ആക്ട് തന്നെ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ മോഡിഫിക്കേഷൻ ടൈം ലിമിറ്റ് ഇല്ല എന്നല്ല, നിങ്ങൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതേ ടൈം ലിമിറ്റ്സ് തന്നെ ചാർജ് ക്രിയേറ്റ് ചെയ്യാനുള്ള, രജിസ്റ്റർ ചെയ്യാനുള്ള, ക്രിയേറ്റ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം ലിമിറ്റ് ഈ സെയിം മുറ്റാണ്ട് ഈസ് സെയിം ആസ് ഇൻ മോഡിഫിക്കേഷൻ ഓൾസോ. പാരി മെറ്റീരിയൽ ലോ അവിടത്തെ പോലെ തന്നെ ഇവിടെ. ഓക്കെ, യെസ്, കഴിയാറായ ശേഷം സിലബസ് തീരാറായി. ഇതിപ്പോൾ ക്രാഷ് ക്ലാസ് മതി, അല്പം ഡീറ്റെയിൽ ക്ലാസ് ആയിരുന്നു തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല, അടുത്ത വർഷങ്ങൾ കുറച്ചുകൂടി നമുക്ക് സ്പീഡ് കൂട്ടാം കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുള്ള ഉപയോഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ 8 സാറ്റിസ്ഫാക്ഷൻ. ഈ ലോൺ അടച്ചിരിക്കണ്ടേ, എന്നെങ്കിലും നിങ്ങൾ അടച്ചിരിക്കും. EMI ഒക്കെ അടച്ച് അവസാനമായിട്ട് ചാർജ് ക്ലോസ് ചെയ്യുമ്പോൾ, നമ്മൾ ലോൺ അടച്ചു തീർക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ലോൺ ഫുള്ളി സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ ഇനി 10 സെന്റ് സ്ഥലം പ്രമാണം അവിടെ കൊടുക്കണോ, ബാങ്കിന് കൊടുക്കണോ, സന്തോഷമായിട്ട് പ്രമാണം തിരിച്ചെടുത്തൂടെ. നമ്മുടെ വീട്ടിൽ കണ്ടില്ലേ, കാർ ലോൺ അടച്ചു കഴിഞ്ഞാൽ RC ബുക്ക് തിരിച്ചു തരണം. അതൊരു വീടിന്റെ ലോൺ തിരിച്ച് അടച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ തിരിച്ചു തരണം. അങ്ങനെ നിങ്ങൾ ഈ കമ്പനി ലോൺ മുഴുവനുമായിട്ടും അടച്ചു തീർക്കുമ്പോൾ ആ ചാർജ് റിലീസ് ചെയ്യണം, ആ ലീന് മാറ്റി കിട്ടണം. അതിനെയാണ് കുട്ടികളെ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അതിനും ROC അറിയാമോ? നിങ്ങൾ ലോൺ അടച്ച് തീർത്ത കാര്യം ROC സംബന്ധിച്ചുള്ള നിങ്ങൾ ഓൾറെഡി ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ നിലനിൽപ്പുണ്ട്. അപ്പൊ അത് ROC അറിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഫോം ഫയൽ ചെയ്യണം. യു ഹാവ് ടു രജിസ്റ്റർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ് ഓൾസോ വിത്ത് ROC അൺലെസ് ആൻഡ് അണ്ടിൽ ദ ചാർജ് വിൽ ബി ദെയർ. നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്യില്ലേ? പണ്ട് തലയിൽ SBI പോയ കാര്യം പറഞ്ഞില്ലേ കാറിന്റെ കൂടെ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല. ചാർജ് കാറ് ലോണൊക്കെ അടച്ചു ചെയ്തു, പക്ഷെ അത് അവിടെ അറിയിച്ച് രജിസ്റ്റർ ചെയ്ത് അത് റിലീസ് ചെയ്തില്ലെങ്കിൽ ആ ലീൻ വീണ്ടും നിങ്ങളുടെ തലയ്ക്ക് മോർത്തിക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ക്രിയേഷനെക്കാട്ടിലും അല്ലെങ്കിൽ മോഡിഫിക്കേഷനെക്കാട്ടിലും പ്രാക്ടിക്കലി റിലവൻ്റ് ആണ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത്. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഒരു കമ്പനിയുടെ നോക്കിയപ്പോൾ കുറേ കിടപ്പുണ്ട് ഇൻഡെക്സ് ഓഫ് ചാർജ് നോക്കിയപ്പോൾ ഒരുപാട് കോടിക്കണക്കിന് ചാർജുകൾ. അപ്പം ഞാൻ ആ കമ്പനിയുടെ ഫിനാൻസ് ആളെ വിളിച്ച് ചോദിച്ചു, പറഞ്ഞു സാറേ നിങ്ങൾക്ക് ആപ്പടെ ഒരു ചെറിയൊരു BNB മാത്രമേ ചെറിയ ലോണുള്ളൂ, ബാക്കിയെല്ലാം അടച്ചു ചെയ്തല്ലോ. പക്ഷെ അടച്ചു ചെയ്തു, പക്ഷെ അവരെന്ത് ചെയ്തില്ല സാറ്റിസ്ഫാക്ഷൻ്റെ ഫോം ഫയൽ ചെയ്ത്. അതുകൊണ്ടാണ് ROC റെക്കോർഡ്സിൽ ഇപ്പോഴും ഒത്തിരി ചാർജ് കിടക്കുന്നതായിട്ട് അവിടെ കാണിക്കുന്നത്. അത് ഭയങ്കര ഡേഞ്ചറാണ്. നാടുകാലത്ത് ലോൺ കിട്ടാനും നിങ്ങളുടെ അസറ്റ് ക്വാളിറ്റിയും അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ലോൺ കൊടുത്ത് തീർത്തുമ്പോൾ തന്നെ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാർജ് ഇറക്കാനുള്ള, അത് ക്ലോസ് ചെയ്യാനുള്ള നടപടി എടുക്കണം. അതിനാണ് സെക്ഷൻ 82 സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ്. ഇതും ആദ്യം ചെയ്യേണ്ടത് 30 days ആണ്. ബൈ ഡീഫോൾട്ട് എല്ലാ കാര്യങ്ങളും 30 days ആണ്. ഇവിടെ മറ്റതുപോലെ 30+30+ അങ്ങനെ ഒരു കഥയില്ല. ഞാൻ പറഞ്ഞു ആ കഥ 30+30+60 എന്നുള്ള അതുകൊണ്ട് ക്രിയേഷൻ മോഡിഫിക്കേഷൻ ഉള്ളൂ. സാറ്റിസ്ഫാക്ഷനെ സംബന്ധിച്ചോളം മാറ്റമില്ല. സാറ്റിസ്ഫാക്ഷൻ സംബന്ധിച്ചോളം ബൈ ഡീഫോൾട്ട് 30 days പ്ലസ് 300 days പ്ലസ് ഡീഫോൾട്ട് 300 days 330 കാൽക്കുലേഷൻ ആണ്. അത് മറക്കരുത്. പൊതുവെ ഇവിടെ എക്സാമ്പിൾ അങ്ങനെ ചോദിക്കാറ്, പക്ഷെ മറക്കരുത് അവിടുത്തെ പോലെ ഇവിടെ എഴുതി വെക്കരുത്. ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ മോഡിഫിക്കേഷൻ ആൻഡ് ക്രിയേഷൻ. ക്രിയേഷനും മോഡിഫിക്കേഷനും ആ ഫോർമുല. ഇവിടെ അങ്ങനല്ല, 30 days ബൈ ഡീഫോൾട്ട്, അത് കഴിഞ്ഞാൽ 300 ദിവസം.
അത് സ്വാഭാവികമായിട്ടും ROC പെറ്റീഷൻ ഫയൽ ചെയ്യാം, അതിൻ്റെ പെറ്റീഷനും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യേണ്ടി വരും. പൊതുവെ സാറ്റിസ്ഫാക്ഷൻ പൊതുവെ എല്ലാവരും അറിഞ്ഞ് ചെയ്യും കേട്ടോ. നമ്മൾ ലോൺ എടുക്കാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് പൊതുവെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ കാണിക്കാറ്. കാരണം സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് കമ്പനികൾ പ്രത്യേകിച്ച് ഓർമ്മിച്ചതിന് പോസ്റ്റ് വെച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല കാര്യമാണ്. ചില കമ്പനികളിൽ മാത്രം അങ്ങനെ കിടക്കാറുണ്ട്. എങ്കിലും 30 കഴിയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ 30 to 300 days ബ്രാക്കറ്റിലാണ് കിടക്കുന്നത്. നമുക്ക് സമയമുണ്ട്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ പറ്റും. പക്ഷേ എത്രത്തോളം താമസിക്കുന്ന അത്രത്തോളം ഫീസ് കൂടുതലുള്ള കാര്യം മറക്കരുത്. അപ്പോൾ മോഡിഫിക്കേഷൻ്റെയും ക്രിയേഷനെയും തിരിച്ചു വന്നാൽ ക്രിയേഷനെയും മോഡിഫിക്കേഷൻ്റെയും ടൈം ഷെഡ്യൂൾ 30-30-60 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരും, തറവായിട്ട് പഠിക്കും കേട്ടോ. കഴിഞ്ഞു, എനിക്ക് തോന്നിയ ശേഷം കഴിഞ്ഞു. നമുക്ക് മെയിനായിട്ട് അത്രേ ഉള്ളൂ. ക്രിയേഷൻ ലോ, മോഡിഫിക്കേഷൻ ലോ, സാറ്റിസ്ഫാക്ഷൻ ലോ, ഈ 3 കാര്യമേ ഉള്ളൂ അല്ലേ. പിന്നെ കോൺസിക്വൻസ് ഇത് ചെയ്തില്ലെങ്കിലും കോൺസിക്വൻസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് നമുക്ക് ഏകദേശം നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. സാർ ഇമ്പോർട്ടൻറ്റ് എക്സാം പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ്. ഇതിലും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫോം കിട്ടും. ആ ഫോം നമുക്ക് ലാസ്റ്റ് പറയാം. ക്രിയേറ്റ് ചെയ്യുമ്പോഴും സർട്ടിഫിക്കറ്റ് കിട്ടും, മോഡിഫൈ ചെയ്യുമ്പോഴും സർട്ടിഫിക്കറ്റ് കിട്ടും, സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴും സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി ലാസ്റ്റിലൊരു സംഭവമുണ്ട്, ഈ സെക്ഷൻ 84. സാറിൻ്റെ നിങ്ങളൊരു കമ്പനി ലോൺ തിരിച്ചടച്ചില്ല, നിങ്ങൾ എന്ത് ചെയ്യും? ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് ആദ്യം നോട്ടീസ് അയക്കും, രണ്ടാമത് നോട്ടീസ് അയക്കും, ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് ഫൈനൽ നോട്ടീസ് അയക്കും, പിന്നെ ജപ്തി നടപടികളിലോട്ട് പോകും അല്ലേ. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഞാൻ IBC കുറിച്ച് പറയാം, ആ ലോയലെ റെസൊല്യൂഷൻ പ്രോസസ് ഒന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൻപുറത്തുള്ള സാധാ കാര്യമാണ് ഞാൻ പറയുന്നത്. സെക്ഷൻ 84 പ്രകാരം ബാങ്ക് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും കമ്പനിയുടെ അസറ്റ്സിനെ നോക്കാനായിട്ട് അല്ലേ. കമ്പനിയുടെ അസറ്റിന്റെ പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലിരിക്കുകയല്ലേ. കമ്പനിയുടെ ബാങ്കിൽ അതിന്റെ പ്രമാണം ഇരിപ്പുണ്ട് അല്ലെ, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ഇരിപ്പുണ്ട്. ഇതിനെ വിറ്റ് പൈസ ഉണ്ടാക്കി ബാങ്ക് ലോൺ എടുക്കാനുള്ള നടപടികൾ തുടങ്ങും. അതിനെയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് ഓഫ് റിസീവർ ഓർ മാനേജർ എന്ന് പറയുന്നത്. സോ യു പ്ലീസ് നോട്ട് ദാറ്റ് ഏതെങ്കിലും ബാങ്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഇങ്ങനെ ഒരു റിസീവറിന് അപ്പോയിന്റ് ചെയ്ത് നോട്ടീസ് വന്നാൽ, റിസീവറിന് അപ്പോയിന്റ് ചെയ്യാൻ പോകണമെങ്കിൽ, കമ്പനിയുടെ പ്രോപ്പർട്ടി നോക്കാനായിട്ട് ബാങ്ക് അപ്പോയിന്റ് ചെയ്ത റിസീവറോ മാനേജറിനോ അപ്പോയിന്റ് ചെയ്യാൻ പോകണമെങ്കിൽ, അങ്ങനെ അപ്പോയിന്റ് ചെയ്ത് 30 ദിവസത്തെ ROC അറിയിക്കണം. സാർ ഞങ്ങളെ കമ്പനിയിൽ റിസീവറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കണം. ദാറ്റ് ഈസ് മാൻഡേറ്ററി. ബിക്കോസ് അതിന്റെ ഫോമും ഇൻഡെക്സ് ഓഫ് രജിസ്റ്ററിലൊക്കെ അതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് അറിയാം, നല്ലപോലെ പറയാം, ഈ കമ്പനിയുടെ പ്രോപ്പർട്ടി എല്ലാം റിസീവറിന്റെ കയ്യിലാണ്, ഈ കമ്പനിയുടെ പ്രോപ്പർട്ടി എല്ലാം മാനേജറിന്റെ കയ്യിലാണ്. റിസീവറും മാനേജർമാരും ഇതിനെ എന്താണ് വിറ്റ് മാറ്റി കമ്പനിയുടെ ലോൺ തിരിച്ചടയ്ക്കുന്ന പ്രോസസ്സിലാണെന്ന് ജനങ്ങൾ അറിയണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഫോമുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ പർപ്പസ് പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ അത് മറക്കരുത്, ചെറിയൊരു പ്രൊവിഷനാണ്. സോ വെനെവർ ആൻഡ് റിസീവർ ഓർ മാനേജർ ഈസ് അപ്പോയിന്റഡ് ടു ലുക്ക് ഓവർ ദ പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി under the approach the security creation, then it is the duty bound of the company to inform the ROC that yes, this receiver has been appointed. അയാളുടെ പേരും അയാളുടെ രജിസ്ട്രേഷൻ നമ്പറും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ROC രജിസ്റ്റർ ചെയ്യണം. അത് അത്രേ ഉള്ളൂ. അത് ചെയ്യേണ്ടത് 30 ദിവസമാണ്. വലിയ ഇമ്പോർട്ടൻറ്റ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത്രയും. പിന്നെ പനിഷ്മെന്റ് നിങ്ങൾക്കറിയാം, സ്വാഭാവികം ഞാൻ പറഞ്ഞു, പനിഷ്മെന്റ് 2 ടയറാണ്. കമ്പനിക്കും പനിഷ്മെന്റ് വരും, തെറ്റ് ചെയ്ത ഓഫീസറിനും വരും. കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ഫൈൻ വരും. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്സ് ശ്രദ്ധിക്കണം. നിങ്ങളാണ് ഫിനാൻസ് ഫംഗ്ഷൻ നോക്കുന്ന കമ്പനിയിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസും ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതും മോഡിഫൈ ചെയ്യുന്നതും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വരുന്നതാണ്. ഈവൻ ദോ കമ്പനി സെക്രട്ടറിമാർ സപ്പോർട്ട് ചെയ്യുമ്പോഴും നിങ്ങളാണ് ഫിനാൻസ് പ്രൊഫഷണൽസ്. അതുകൊണ്ട് നോക്കിയും കണ്ട് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണ് കണ്ടോ, എവരി ഓഫീസർ ഡീഫോൾട്ട് ഷാൽ ബി ഇംപ്രിസൺമെന്റ് അപ് ടു 6 months ഓർ ഫൈൻ 25,000 to 1 lakh or with both. ജയിൽ ശിക്ഷ ഇപ്പൊ കുറവാണ്, ഇപ്പൊ അതില്ല അറിയാലോ. ഡീക്രിമിനലൈസേഷൻ ഓഫ് കമ്പനിയിൽ നടക്കുന്നുണ്ട് തന്നെ, പേടിക്കേണ്ട, ജയിലിലൊന്നും കിടക്കേണ്ടി വരത്തില്ല. പക്ഷേ പെനാൽറ്റി വരും. അറിഞ്ഞുകൊണ്ട് നീ മനഃപൂർവ്വം ഈ ഡീഫോൾട്ട് വരുന്ന പ്രോസിക്യൂഷനിൽ പ്രൂവ് ചെയ്താൽ 25,000 മുതൽ 1 ലക്ഷം രൂപ വരെ ഫൈൻ കിട്ടും. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം, കാരണം ലോൺ എടുക്കുക, ചാർജ് ക്രിയേറ്റ് ചെയ്യുക, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒബ്വിയസ്ലി കമ്പനിയിലെ ഫിനാൻസ് മാനേജേഴ്സിന്റെ അല്ലെങ്കിൽ ഫിനാൻസ് ഹെഡിന്റെ CFOയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടൊന്ന് ഞാനൊന്ന് അലർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പനിഷ്മെന്റ്, അപ്പോൾ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ, ചാർജ് മോഡിഫൈ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ, ചാർജ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിലുള്ള കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഓൾറെഡി സാർ ഡിസ്കസ് ചെയ്തു അല്ലെ, സെക്കൻഡ് ചാർജ് പ്രിഫറൻസ് ലിക്വിഡേഷൻ സമയത്ത് അത് അസാധുവാകുന്നൊക്കെ പറഞ്ഞു. അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവം, കമ്പനീസ് ആക്ടിൽ പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരും. അങ്ങനെ പ്രോസിക്യൂഷൻ നേരിട്ട് നിങ്ങൾ കുറ്റക്കാരനാണ് കണ്ടെത്തിയാൽ കമ്പനിക്കും 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെ പെനാൽറ്റി കിട്ടും, നിങ്ങൾക്കും 25,000 മുതൽ 1 ലക്ഷം വരെ പെനാൽറ്റി കിട്ടും. ഡീക്രിമിനലൈസേഷന്റെ ലിസ്റ്റിൽ ഇത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ജയിൽ ശിക്ഷ കിട്ടും. അപ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് ഇതിന്റെ ലോ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ സാർ ഒരുവിധം റെക്ടിഫിക്കേഷൻ, ഒരു വലിയ ചെറിയ ക്ലറിക്കൽ സംഭവമാണ്. സെക്ഷൻ 87 പ്രകാരം ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ശേഷം പ്രോപ്പറായിട്ട് ROCയുടെ കീഴിൽ രജിസ്റ്റർ ഉണ്ട്, അത് പ്രകാരം എൻ്റർ ചെയ്യുന്ന തെറ്റി. ഫോർ എക്സാമ്പിൾ രജിസ്റ്റർ എടുത്ത് നമ്മൾ പറഞ്ഞല്ലോ, രജിസ്റ്റർ ഓഫ് ഇൻഡെക്സ് നോക്കുമ്പോൾ, ഞാൻ പബ്ലിക് എടുത്ത് ഞാൻ ചുമ്മാ എൻ്റെ കമ്പനി എടുത്ത് നോക്കുമ്പോൾ 8 സെന്റ് സ്ഥലത്തിന് പകരം 10 സെന്റാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ 8 കോടി എന്നുള്ളത് 80 കോടിയായിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കി, നാളുകൾക്ക് ഭയങ്കര കോൺസിക്വൻസ്. അങ്ങനെ ഉള്ളപ്പോൾ നമ്മളെ രജിസ്റ്റർ എന്ന് വെച്ചാൽ ROC
ഓരോ കമ്പനിയുടെ പേരിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററിന് തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ആൾട്ടർ ചെയ്യാനായിട്ട്, അതിനെ മോഡിഫൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെന്റിൽ പെറ്റിഷൻ കൊടുത്താൽ സെൻട്രൽ ഗവൺമെന്റ് പരിശോധിച്ച് നോക്കിയിട്ട് അത് ശരിയും തോന്നുകയാണ്, അല്ലെങ്കിൽ 80 കോടിയെ മാറ്റി 8 കോടിയാക്കി തരും. ഇതിനൊരു പ്രോസസ് ഉണ്ട്, അത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ റിമെമ്പർ ദാറ്റ് സെക്ഷൻ 87 is a very important section which allows the central government or gives the power to the central government to rectify any errors in the register of charges maintained by the ROC, not by you. ROCയുടെ റെക്കോർഡ്സിൽ നമ്മൾ ഫയൽ ചെയ്തിട്ട് പോലും തെറ്റായിട്ടോ എററായിട്ടോ കിടക്കുകയാണെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിൽ പെറ്റിഷൻ ഫയൽ ചെയ്യാം. ഇത് ചില കമ്പനികളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പ്രാക്ടിക്കലി റിലവൻസ് ഉള്ളൊരു ഏരിയ. അപ്പോൾ കുട്ടികളെ 77 to section 87 deals with the provisions relating to charge, especially registration of charge. Consequence of registration charge is very important. ടൈം ലിമിറ്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അവിടെ നിന്നായിരിക്കും 3 കൊടുത്തുകൊണ്ട് ചോദ്യം വരുന്നത്. പിന്നെ ഫോറിനിൽ നിന്ന് വരുന്ന ചാർജ്, പ്രോപ്പർട്ടിയിൽ ചാർജ് കിട്ടും ചോദിക്കാം, റിസീവർ ചോദിക്കാം, ഏത് ഏരിയ വേണം ചോദിക്കാം. പക്ഷേ പൊതുവേ കമ്പറ്റീഷൻ ഉള്ളൂ 60 ദിവസം. അതുപോലെ ആ ഡേറ്റ് മറക്കരുത്. ആ ഡേറ്റ് ആണ് നിങ്ങളെ വളരെ ഇമ്പോർട്ടൻറ്റ്. മദർ ബോർഡ് ഡേറ്റ് 02/11/2018. അതിന് മുമ്പ് വേറെ ലോ ആണ്, അതിന് ശേഷം വേറെ ലോ ആണ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ പീരീഡ്. അങ്ങനെ വിലു സാറ് ഒരു മണിക്കൂർ കഴിഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് സമ്മറി ആയി അല്ലേ? ഇപ്പൊ നല്ല കവർ ചെയ്തിട്ടുണ്ട്. ഇതും പുറമെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഇടുക. ഞാൻ വളരെ അപൂർവമായിട്ട് ഓരോ ടൈം പീരീഡിൽ ഞാൻ കമന്റ്സ് നോക്കത്തുള്ളൂ, അതിനുള്ള മറുപടി തരാം അല്ലേ? ബിഫോർ ഐ കൺക്ലൂഡ് ലെറ്റ് മീ ജസ്റ്റ് ടച്ച് അപ്പോൺ ദ ഫോംസ് ഓൾസോ. ചാർജ് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫോംസ് അല്ലെങ്കിൽ അറിയേണ്ട ഫോംസ്. പൊതുവേ CA കുട്ടികൾ ഫോംസ് ഒന്നും അധികം പരീക്ഷ എഴുതാറില്ല. അത് വേണ്ട, ആ മടി എന്തിനാണ്? മാർക്ക് കിട്ടണം. പ്രാക്ടിക്കൽ നോളജ് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? സെക്ഷൻസ് കോട്ട് ചെയ്യുമ്പോഴും കേസ് ലോസ് കോട്ട് ചെയ്യുമ്പോഴും റിലവൻ്റ് ആയിട്ടുള്ള ഫോം നമ്പർ കോട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ലോയ്ക്ക് ഒരു 60 മുകളിൽ ടാർജറ്റ് ചെയ്തിരുന്ന കുട്ടിയാണെങ്കിൽ മാൻഡേറ്ററി ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോം നമ്പേഴ്സ് നിങ്ങൾ പരീക്ഷയിൽ കോട്ട് ചെയ്യണം. എങ്ങനെ കോട്ട് ചെയ്യണം? ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുതും അല്ലേ, ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ദ കമ്പനി ABC Limited ഹാസ് ടു ഫയൽ ഇറ്റ്സ് രജിസ്റ്റർ ഇറ്റ്സ് ചാർജ് വിത്തിൻ 30 days. നമ്മൾ എഴുതുമ്പോൾ ബ്രാക്കറ്റിൽ എഴുതണം ഇൻ ഫോം നമ്പർ CSG1 എന്ന് ബ്രാക്കറ്റ് ക്ലോസ്. കണ്ട, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് എഴുതണം ഫോം നമ്പർ. അപ്പൊ ഇത് എഴുതുമ്പോൾ എക്സാമിനറിനെ സംബന്ധിച്ചോളം തോന്നും യെസ്, കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന കുട്ടിയാണ്. എസ്പെഷ്യലി സാധാ കുട്ടികളൊന്നും ചാർജിന്റെ ഫോം നമ്പേഴ്സ് എഴുതാറില്ല. ചാർജ് എന്നല്ല, പല സ്ഥലങ്ങളിൽ. അതുകൊണ്ട് എൻ്റെ കുട്ടികളെങ്കിലും ദയവ് ചെയ്ത് എല്ലാ ഫോമും പഠിക്കുന്ന റിലവൻ്റ് ആയിട്ടുള്ള ഫോംസ് പഠിക്കുക. ഇപ്പൊ ഇവിടെ എന്തൊക്കെയാണ്? ഇവിടെ ഒരുപാട് ഫോം ഒന്നും വേണ്ട. അതുകൊണ്ട് CSG1 ഇത് കൊള്ളാം, അത് നല്ലൊരു ഏരിയ അല്ലേ? ഇത് നമുക്ക് പറയാം ലൈക്ക് CSG1 ഉണ്ട് അല്ലെ? CSG1 ആണ് ക്രിയേഷന്റെ ഫോം. CSG1 ക്രിയേഷന്റെ ഫോം. ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതും മോഡിഫൈ ചെയ്യുന്നതും ഒരേ ഫോമാണ് CSG1. ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഫോം CSG2. മോഡിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ കിട്ടുന്ന ഫോം CSG3. CSG ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാവോ കേട്ടോ. CSG എന്ന് പറഞ്ഞാൽ ചാർജിന്റെ ഷോർട്ട് ഫോം ആണ്. അതിലൊരിക്കലും ഫുൾ ഫോമിൽ എഴുതരുത്. ആ ഫോം തന്നെ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്മാർട്ട്നെസ് കാണിക്കും. ചാർജ് CSG മീൻ ചാർജ് ഒന്നും എഴുതുന്നു വേണ്ട. ഫോം നമ്പർ ഇങ്ങനെ എഴുതാവോ, ക്യാപിറ്റൽ ലെറ്ററിൽ ഇങ്ങനെ എഴുതാവും. അത് ഫോമിന്റെ ഫോർമാറ്റ് ആണ്. അപ്പൊ ഇത് മൂന്നും ഓർഡറിലാണ് കേട്ടോ. CSG1, 2, 3. പിന്നെ സാറ്റിസ്ഫാക്ഷൻ ഫയൽ ചെയ്യേണ്ടത് 4 ആണ്. സാറ്റിസ്ഫാക്ഷന് കിട്ടുന്ന ഫോം വന്നിട്ട് 5 ആണ്. ഇപ്പൊ കണ്ടു, ഇതൊരു ബ്രാക്കറ്റ് ആണ്. ഇത് ഒരേ ബ്രാക്കറ്റ് അങ്ങനെ പഠിക്കാന്നുള്ളത്. CSG1 ക്രിയേഷൻ മോഡിഫിക്കേഷൻ, CSG2 ക്രിയേഷന്റെ സർട്ടിഫിക്കറ്റ്, CSG3 മോഡിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, സാറ്റിസ്ഫാക്ഷൻ അറിയിക്കേണ്ടത് 4, സാറ്റിസ്ഫാക്ഷൻ അറിയിച്ചത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് 5. ഇത് ഒരു പാക്കാണ്. 1, 2, 3, 4, 5 ഒരു പാക്ക്. പിന്നെ രജിസ്റ്റർ മെയിൻ ചെയ്യണം. രജിസ്റ്റർ മെയിൻ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ് CSG7. അത് വേണമെങ്കിൽ നോക്കിയാൽ ഇത്രയും മാത്രം നോക്കി. പിന്നെ ഈ ഡിലേ വരുമ്പോൾ ഒക്കെ എക്സ്റ്റൻഷന് ഫയൽ ചെയ്യേണ്ടതെല്ലാം ഫോം നമ്പർ CSG10. അത് വളരെ ഇത്രയും ഫോംസ് എല്ലാ ഫോംസും നോക്കാൻ പറയുന്നില്ല. കണ്ടോണേഷൻ ഡിലേ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞില്ലേ, ആ 30 + 30 പിന്നെ ചുമ്മാ തരത്തില്ല അല്ലേ, +60 അഡ്വലറബിൾ ഫീ ചുമ്മാ തരത്തില്ല. അത് നിങ്ങൾ പെറ്റിഷൻ ഫയൽ ചെയ്യണം. അതിന് നിങ്ങൾ ഫോം ഫയൽ ചെയ്ത് അതിൽ എത്ര ഫീസ് അടയ്ക്കുന്ന ഫീസ് വെച്ച് അടച്ചാൽ മാത്രമേ യെസ് ഓർഡർ വരും. 60 ദിവസം കൂടെ തരാം, അല്ലെങ്കിൽ 30 ദിവസം തരാം, അല്ലെങ്കിൽ 40 ദിവസം തരാം എന്ന് ROC പറയുന്നു. ചിലർ വെക്കുന്ന വെച്ചാൽ ബൈ ഡീഫോൾട്ട് ആണ്. ബൈ ഡീഫോൾട്ട് അല്ല, യു ഹാവ് ടു ഫയൽ എ പെറ്റിഷൻ. ആ ഫോം ഫയൽ ചെയ്യണം. ഫോം ഫയൽ ചെയ്ത് അപ്പുറം എടുത്താൽ 60 ദിവസം കൂടെ കിട്ടും എന്നാണ് അതിന്റെ ഫീസ് അടയ്ക്കണം. ആ ഫോമാണ് ഈ കിടക്കുന്ന എക്സ്റ്റൻഷൻസ് ഫോംസ് അല്ല. അപ്പോൾ ബേസിക്കലി പഠിക്കേണ്ട ഫോം CSG1, 2, 3, 4, 5 അതൊരു പാർട്ട്. കമ്പനി ലിമിറ്റഡിന്റെ ഫോം CSG7. അവസാനമായിട്ട് ഡിലേസ് ഒക്കെ വേണ്ടിയുള്ള ഫോമാണ് 8ഉം 10ഉം. ഈ 9 എന്നുള്ള ഫോം വന്നിട്ട് ഡിബഞ്ചറിന്റെ ചാർജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡിബഞ്ചർ അല്ലേ, ഇത് ഒന്നിൽ വന്നിട്ട് ഡിബഞ്ചർ പറ്റത്തില്ല. എക്സെപ്റ്റ് ഡിബഞ്ചർ, അതർ ദാൻ ഡിബഞ്ചർ ആണ്. ഡിബഞ്ചർ ആണ് നിങ്ങൾ സെക്യൂരിറ്റി ആയിട്ട് വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഡിബഞ്ചർ ഇഷ്യൂനാണ് നിങ്ങൾ ചാർജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രത്യേക ഫോമാണ്. അതാണ് ചാർജ് CSG9 ഫോം. അപ്പോൾ 1 എന്ന് പറയുന്നത് ക്രിയേഷനാണ്, മോഡിഫിക്കേഷൻ ആണ്. പക്ഷെ അത്
ഡിബഞ്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ചാർജ് ക്രിയേഷന് കിട്ടത്തില്ല. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള ചാർജ് ക്രിയേഷന് പ്രത്യേക ഫോം യൂസ് ചെയ്യണം. അത് പ്രത്യേകം അറിയാനായിട്ടും ആണ് പ്രത്യേക ഫോമാണ് CSG9. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഫോംസ് എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ പഠിച്ചു. ഇപ്പോൾ നിങ്ങൾ തറവാറ്റ് പഠിക്കേണ്ട അല്ലെങ്കിൽ മറക്കാതിരിക്കേണ്ട ഫോം നമ്പേഴ്സ് വന്നിട്ട് 1, 2, 3, 4, 5 +7 രജിസ്റ്റർ +9 ഡിബഞ്ചർ +10 കണ്ടോണേഷൻ ഓഫ് ഡിലേ അല്ലെങ്കിൽ ഡിലേ പെറ്റീഷൻസ് ഫയൽ. ഇത്രയും ഫോംസ് ഒന്ന് ഓർമ്മിച്ചിരിക്കുക. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫോം നമ്പറും കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സാറ് ഒരുതപ്പെട്ട കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തത് ഒരു ചാപ്റ്ററാണ്, ചാർജിൻ്റെ രജിസ്ട്രേഷനെ കുറിച്ചുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു 1-2 ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് രജിസ്ട്രേഷൻ ഓഫ് ചാർജ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ അത് കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. മറ്റൊരു ചാപ്റ്റർ സമയത്തിൻ്റെ ബേസ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ചാപ്റ്റർ ഒരു ചോദിച്ച ചോദ്യമാണ്. ഡെപ്പോസിറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത്. അതിൻ്റെ ഓൾറെഡി തന്നെ ക്വിക്ക് റിവിഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾക്ക് ക്രാഷ് ക്ലാസ് ആയിട്ട് കണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. മറ്റൊരു ചാപ്റ്ററുമായി വിളിച്ചാൽ പ്രിഫറബിളി അടുത്ത ആഴ്ച വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഐശ്വര്യമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. പരീക്ഷ വരുന്നുണ്ട്, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. വി റിക്വയർ യു പ്രൊഫഷണൽസ്, നിങ്ങളെപ്പോലെ യങ് പ്രൊഫഷണൽസ് ആവശ്യമാണ്. എത്രയും പെട്ടെന്ന് CA ഇൻ്റർവ്യൂ പാസ്സായി, എത്രയും പെട്ടെന്ന് ആർട്ടിഷിപ്പ് ഒക്കെ കഴിഞ്ഞ്, എത്രയും പെട്ടെന്ന് CAയും കൂടെ ഫൈനലും കൂടെ കഴിഞ്ഞ് ബി എ മെമ്പർ ഓഫ് ICA. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. എന്തെങ്കിലും ടോപ്പിക് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അടുത്ത് ഏത് വേണമെന്നുള്ള അടുത്ത് ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് എന്താണ് ക്രാഷ് ക്ലാസ് വേണ്ടെന്നുള്ള ഇടുക, ഞാൻ അതുമായിട്ട് വരാം. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞു, അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും വിലു ബാലകൃഷ്ണന്റെ നന്ദി, നമസ്കാരം, താങ്ക് യു.